ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഈ വീട്ടിലെ മൂത്ത പയ്യനും ഇളയ മകളും. ഇനി അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കല്യാണം കഴിഞ്ഞ് വെറും 6 ദിവസവും 7 മണിക്കൂറും മാത്രമായ കപ്പിൾസ്. ഇതാണ് ഈ കഥയിലെ നായിക ആര്യ. മുൻകോപക്കാരിയാണെങ്കിലും ചിട്ടയോടും അച്ചടക്കത്തോടും കൂടിയുള്ള ജീവിത രീതിയാണ് ഇവളുടേത്. എന്നാൽ ഇതാണ് ഈ കഥയിലെ നായകൻ സച്ചിൻ. എന്താണോ ആര്യ, അതിൻ്റെ നേരെ മറുപുറമാണ് സച്ചിൻ. ചുരുക്കി പറഞ്ഞാൽ ആര്യ ഒരു കവിതയാണെങ്കിൽ നല്ല അക്ഷരത്തെറ്റുള്ള ഒരു കഥയാണ്. തീ പിടിച്ചിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചാൽ മതിയോ അതോ നേരത്തെ വിളിച്ചൊന്ന് സൂചിപ്പിച്ചു നോക്കണോ? ആ സാധനം മട്ടനാ. രാവിലെ തന്നെ നിന്റെ തമാശ കേട്ടപ്പോളേ ഞാനങ്ങ് ചാർജായി. ആണോ? കോഫി വേണോ? ഫ്രഷായി വന്നാ കിഡിലിനൊരു കോഫി തരാം. തിളയ്ക്കാത്ത ചായയും. മാറ്റമുണ്ട്. സച്ചിനെ എടാ, നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ട് ഈ ടവൽ യൂസ് ചെയ്യരുതെന്ന്. ഞാനത് യൂസ് ചെയ്തില്ലല്ലോ. ദേ വെറുതെ കള്ളം പറയല്ലേ. ഇവിടെ ഒരു സാധനം ആണെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും. ഇത് ഞാൻ എത്ര വൃത്തിയിൽ ഇവിടെ വിരിച്ചിട്ടതാണെന്നറിയോ? നീ അവിടെ വിരിച്ചേക്കണത് ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ? ഇത് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി വിരിച്ചിട്ടതാ, ഗസ്റ്റിന് യൂസ് ആക്കാൻ. ഇതിനാണ് അമ്മ നീ ഇത്ര ഒച്ചുണ്ടാക്കിയത്? ഇത് നീ ആർക്കുണ്ടാക്കാൻ വെച്ചേക്കോ? എല്ലാത്തിനും എന്റെ കൈ തന്നെ എത്തണോല്ലേ? എൻ്റെ പൊന്നമ്മു, നിനക്ക് ഈ കുഞ്ഞു കാര്യത്തിന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കണം? നീ ആ ടവലോടെ തിരിച്ചു വെച്ച് തരാവുന്ന പ്രശ്നമുള്ളൂ നിനക്ക്. ഉള്ളൂ. അല്ലെങ്കിലും നിനക്ക് എല്ലാ കാര്യവും അത്ര തന്നെയല്ലേ ഉള്ളൂ. ഇതെന്തിവിടെ? ഏത്? ആ ഇന്നലെ ബാത്റൂമിൽ പോയിട്ട് ഫ്ലഷ് ചെയ്യാൻ മറന്നു. നിനക്ക് കുറച്ചെങ്കിലും മെച്യൂരിറ്റി കാണിച്ചൂടെ? അല്ലെങ്കിൽ തന്നെ ഇത്ര ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചതിന്റെ കുറ്റപ്പെടുത്തൽ ഒരു സൈഡിൽ, അതിൻ്റെ ഇടയ്ക്ക് നീയും കൂടെ തുടങ്ങല്ലേ. എടി, ഫ്ലഷ് ചെയ്യാൻ മറക്കുന്നൊന്നും മെച്യൂരിറ്റി ഇല്ലായ്മയല്ല, മെമ്മറി പോയതാണ്. എൻ്റെ ജോലിയുടെ വർക്ക് പ്രഷർ നമുക്ക് അറിഞ്ഞൂടെ? അതിന് നിനക്കെവിടെ ജോലി? ജോലി കിട്ടുമോ ഇല്ലയോ എന്നോർത്തുള്ള പ്രഷർ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ മെച്യൂരിറ്റി ഇല്ലാത്തതല്ല. പുറത്ത് ആരോ വന്നിട്ടുണ്ട്. അതിന് ഈ സമയത്ത് ആരാ? നിന്റെ അച്ഛനായിരിക്കും. ഗിഫ്റ്റ് വന്ന് വീടിൻ്റെ വാടക വാങ്ങിക്കാൻ. എന്റെ അച്ഛനെ വിളിച്ചാണ്ടല്ലോ. ചേട്ടാ, ഒരു പാഴ്സൽ ഉണ്ടായിരുന്നു. ആ, ഗെയിമിങ് ചെയറല്ലേ? എത്ര നാളെ ഓർഡർ ചെയ്തിട്ട് ഇപ്പോഴാണ് വരുന്നത്? ഞാനേ പൈസ എടുത്തിട്ട് വരാം. അയ്യോ, ഇതായിരിക്കുമല്ലോ നിന്റെ മെച്യൂരിറ്റി. അയ്യോ, കോഫി. ഉയ്യോ, ഹലോ, പറയടി. വീടിന്റെ കീ എവിടെ? നീ നേരത്തെ എത്തിയോ? 10 മണിയാവുന്ന പറഞ്ഞിട്ട്. എനിക്കാകെ ഒരു തലവേദനയൊക്കെ പോലെ, അത് കാരണമാണ് ഞാൻ നേരത്തെ ഇറങ്ങി. അല്ല, സാറ് രാവിലെ പോയതാണല്ലോ, ഉച്ചയ്ക്ക് മുമ്പേ വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട്.
ഞാനൊരു ഫ്രണ്ടിനെ എയർപോർട്ടിലാക്കാൻ വന്നതാ. നീ ഫ്രഷ് ആകുമ്പോഴേക്കും ഞാൻ അങ്ങെത്താം. ഞാൻ വന്നിട്ട് ഒന്നിച്ച് ഫുഡുണ്ടാക്കാം. എടാ വീടിന്റെ കീ എവിടെ? വീടിന്റെ കീ മാറ്റിന്റെ താഴെ അവിടെയല്ലേ വെക്കാറ്? അവിടെ കാണാത്തോണ്ടാണല്ലോ ചോദിച്ചേ. എടി സോറി, കീ എന്റേലാണ്. നീ ഒരു 15 മിനിറ്റ് അപ്പുറം വീട്ടിലിരുന്നു, ഞാൻ ദേ എത്തി. ശരി. ഇതെന്താ വെട്ടൊന്നും കണ്ടിരിക്കണേ? വന്നിട്ട് ഫ്രഷ് ആയില്ലേ നീ കഥ എങ്ങനെ പറഞ്ഞേ? ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു അതാ ലേറ്റായേ. ഇനിയിപ്പോൾ ഫുഡിനൊക്കെ നിൽക്കണടി. ഞാനേ അപ്പവും ബട്ടർ ചിക്കനും മേടിച്ചിട്ടുണ്ട്. ഇതെന്താടി കിച്ചണിൽ നിറച്ച് വെള്ളം? ആ കുളയെ കിടക്കാണല്ലോ. എടി നിന്നോടല്ലേ ചോദിക്കണേ, നിന്റെ വായിലില്ല. അമ്മു എടി എന്തു പറ്റി? നീ ഓക്കെ അല്ലേ? ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ രാവിലെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ട് പോയ കേക്ക് എവിടെ? കേക്കോ? എനിക്കറിയില്ല. അതുപോലെ പൂച്ചയും കഴിച്ചതായിരിക്കും. ഫ്രിഡ്ജ് തുറന്ന് അതിലിരിക്കുന്ന കേക്ക് തിന്നാൻ പറ്റിയ ഒരു പൂച്ച ഇവിടെ ഉള്ളൂ. ഓ, ആ പ്ലേറ്റിലുണ്ടായിരുന്ന കേക്കാണോ? എടി അവൻ്റെ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ പുതിയ വീട് കാണിക്കാൻ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ കഴിക്കാൻ കൊടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ കേക്ക് കൊടുത്തു. അതാണ് നിന്റെ പ്രശ്നം. നീ കഴിച്ചതിന്റെ വില എന്താന്ന് നിനക്കറിയോ? വിലയോ? നിനക്ക് എന്തു പറ്റടി? ഞാൻ എത്ര ആഗ്രഹിച്ചുണ്ടാക്കിയതാണെന്നറിയോ അത്? ഒരു കേക്കല്ലേ, അതിനാണ് നീ ഇത്ര ഇമോഷണൽ ആവുന്നത്? നിനക്കെല്ലാം ഭയങ്കര സിമ്പിളാണ്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് വീക്ക് ആനിവേഴ്സറി ആണ്. ആണോ? നിനക്ക് അതുപോലും ഓർമ്മയില്ല. ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചതാ. ഒരു കേക്കല്ലേ, ഞാൻ പോയി ഒരു കേക്ക് മേടിച്ചിട്ട് വരാം. അല്ലേ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടോടെ കൂടി ദാ അപ്പം കട്ട് ചെയ്യാം, എന്നിട്ട് ആഘോഷിച്ചാൽ പോരെ? ചെല്ലേ കുടിച്ചിട്ട് വാ, എനിക്ക് നല്ല വിശപ്പുണ്ട്. നല്ല മോളല്ലേ? പെട്ടെന്ന് തന്നെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അമ്മേ എടി വേഗം വന്നേ. ഇനി എന്നെ കഥ ആരും ഒന്നും ചെയ്യാതിരിക്കണ്ട. ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെയുള്ള അങ്ങോട്ടും. ഇനി ഞാനും എല്ലാം സില്ലി ആയിട്ട് എന്നെ കാണുള്ളൂ. ഇവക്കിത് ഐ ഹേറ്റ് യു. ആ എഴുന്നേറ്റോ? വാ. അല്ല, ഇതെന്താ പരിപാടി? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നീ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ അത്ര രുചി ഉണ്ടാവില്ല, എന്നാലും എന്നെ കൊണ്ടാവും വിധം ഞാനൊന്ന് കളറാക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു സ്പെഷ്യൽ സാധനമുണ്ട്. എന്താ പറയുക? എ സ്മോൾ സ്പൂൺ ഓഫ് ലവ്. എടി, ഞാനൊരു പെർഫെക്റ്റ് ഹസ്ബൻഡൊന്നുമല്ല, അത്ര കിടലൻ കാമുകനായിരുന്നില്ല. പക്ഷേ അന്നും ഇന്നും നിന്നെ എത്ര കരയിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐ ലവ് യു. എങ്ങനെയുണ്ട്? ഉള്ള സെറ്റപ്പൊക്കെ വെച്ച് ഒരു ചെറിയ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഇതാണോ ചെറുത്? സെലിബ്രേഷൻ കുറയ്ക്കണ്ടല്ലോ.
ഇന്നാ. അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആൾ തന്നെ കട്ട് ചെയ്ത് തന്നാ മതി. മാരേജ് ഈസ് നോട്ട് അബൌട്ട് ഫൈൻഡിങ് പെർഫെക്ഷൻ. കല്യാണം അതൊരു അനുഭവം മാത്രമല്ല, പൂർണ്ണതയും പക്വതയും ഒന്നിച്ച് പൊരുത്തപ്പെടുത്താനുള്ള ഒരു മനോഹര ശ്രമം കൂടിയാണ്. സച്ചിനെ, ഇന്നിനി എന്താണോ ഈശ്വര? നിനക്ക് എന്താ അമ്മു നല്ലൊരു ചൊവ്വാഴ്ചയായിട്ട്? ഇതെന്താന്നറിയോ? ആ, എന്നെ പറയ്. എൻ്റെ അച്ഛൻ്റെ ജാതകല്ലേ, അതാണല്ലോ നീ ഇത്ര ഒച്ച ഉണ്ടാക്കിയത്. ദേ, രാവിലെ തന്നെ ഒരു അച്ഛനെ വിളിക്കില്ലേ? പിന്നെ എന്നെ ഉറക്കം കളഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണം തന്നെ. ഇതിലെന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാ ചിലപ്പോ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നൂന്നിരിക്കും. എന്താ അത്? എടാ, CB സ്റ്റീൽസിന്റെ മാനേജർ പോസ്റ്റിലേക്ക് നിനക്കുള്ള ഇന്റർവ്യൂ കാർഡാണ്. എനിക്കോ? ആ, എങ്ങനെ? ഇത് ഞാൻ ഇൻസ്റ്റയിലെ വേക്കൻസി കണ്ടതാ. പിന്നെ ഞാൻ വേറൊന്നും ആലോചിക്കാൻ നിന്നില്ല. നിന്റെ CV ഞാൻ തന്നെ അവർക്ക് അയച്ചു. നീ ആയിട്ട് എന്തായാലും ഒന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഇന്റർവ്യൂ കാർഡിൽ CVക്ക് സ്പെഷ്യൽ മെൻഷനിങ് ഉണ്ട് മോനെ. അതിന്റെ ചെലവ് വേറെ വേണം. ഹാപ്പി ആയില്ലേ? പിന്നെ ഹാപ്പി. ഞാനെന്നിത് അമ്മയെ വിളിച്ചെന്ന് പറയട്ടെ. എടി, ഇന്റർവ്യൂ കാർഡല്ലേ, കെട്ടിക്കേണ്ട അവരോട് വിളിച്ച് പറഞ്ഞാൽ പോലെ, വെറുതെ എന്തിനാ? എടാ, ഇതെന്തായാലും കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. പിന്നെ നീ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടെന്ന് അവരും കൂടെ ഒന്ന് അറിയട്ടെ. ആ അമ്മേ, സച്ചിനൊരു ജോലി ശരിയായിട്ടുണ്ട്. അല്ല, ശരിയായോന്ന് ചോദിച്ചാ ശരിയായ പോലെയാ. CVയിലൊക്കെ അവർ നല്ല ഇംപ്രസ്ഡ് ആണ്. കമ്പനി ഇവിടെ അടുത്ത് തന്നെയാ. കൺഫേം ആയി കഴിഞ്ഞാൽ ഒരു 6 മാസമൊക്കെ ട്രെയിനിങ് ഉണ്ടാവും. പിന്നെ അവർ പെർമനൻ്റ് ആക്കും. എൻ്റെ അമ്മ, അവരുടെ സ്റ്റാർട്ടിങ് സാലറി തന്നെ 30,000 ഒക്കെ ആണെന്നാണ് ഞാൻ കേട്ടത്. ആ അമ്മേ, ചേച്ചി വിളിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചാൽ മതിയോ? ഏയ്, ഒന്നുമില്ല. ആ ചേച്ചി, സച്ചിനൊരു ജോലി ശരിയായി. ആ, ഇവിടെ അടുത്ത് തന്നെയാ. ആ, അവനോ? അവൻ ദേ ഇവിടെ ഉണ്ട്. ഏയ് ഇല്ലടി, പുറത്തേക്ക് പോകുന്ന കാര്യമൊന്നും കൺഫേം ആയിട്ടില്ല. ആരതിയ, ഞാൻ എന്നാ നിന്നെ പിന്നെ വിളിച്ചാൽ മതിയോ? ശരി. നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല. സർപ്രൈസ് ഇഷ്ടായില്ലേ? ഐ, എടാ, നിന്റെ ക്വാളിഫിക്കേഷന് പറ്റിയ ജോലിയൊന്നുമല്ല, എന്നാലും കിട്ടിയാൽ അടിപൊളിയാ. എന്താടാ, മെയിലിക വർക്കായോ? ഇനി ഇത് ഞാൻ ഇടപെട്ട് കിട്ടിയോണ്ടാണോ? പൊടി, അതൊന്നുമല്ല. എന്നാ നീ പോയി ഫ്രഷ് ആവ്. ഞാനിന്ന് എന്തായാലും ലീവാ. നമുക്ക് പുറത്തുപോയി കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് വരാം. ഇന്റർവ്യൂവിന് പോകുമ്പോൾ കുറച്ച് കളറായിട്ടൊക്കെ പോണ്ടേ?
അമ്മു ഒന്നും പറയണ്ട, റെഡിയാവാൻ നോക്ക്. എന്തൊരു ബ്ലോക്കല്ലേ, ഒടുക്കത്തെ മഴയും. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട. ഉം. എടാ, നിനക്കെന്താ പറ്റിയേ? ഹേയ്, ഞാൻ കുറേ നേരം കൊണ്ട് ശ്രദ്ധിക്കുക, നീ ഇവിടെങ്ങും അല്ല. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയ്. എടി എനിക്ക് ഈ ജോലിക്ക് പോകാൻ താല്പര്യമില്ല. എന്താ? എടി എനിക്കിത് വർക്കാവില്ലടി. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഒരു പണിക്കും പോകാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കാന്നോ? എന്റെ അച്ഛൻ നിനക്കൊരു ജോലി ശരിയാക്കി തന്നു, അത് നിനക്ക് പിടിച്ചില്ല. എന്നാ പിന്നെ പുറത്തെവിടെയെങ്കിലും പോവാന്ന് വെച്ച് കഴിഞ്ഞാ അതും പറ്റത്തില്ല. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? എത്ര കഷ്ടപ്പെട്ടാന്നറിയോ ഞാൻ ഇത് ഈ ഇന്റർവ്യൂ വരെ കൊണ്ടെത്തിച്ചേ. ഞാൻ പറഞ്ഞോ എന്ത്? എനിക്ക് ഈ ജോലി വേണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ലടാ, എല്ലാം എന്റെ മാത്രം തെറ്റാ. ഒരു പണിയും ഇല്ലാഞ്ഞിട്ട് നിന്നെ കെട്ടാനായിട്ട് എന്റെ വീട്ടിൽ കൺവിൻസ് ചെയ്തില്ലേ, അങ്ങനെ എല്ലാം എന്റെ മാത്രം തെറ്റാ. നീ ഒരു പണിക്കും പോണ്ടടാ, ഇങ്ങനെ വീട്ടിലിരുന്നോ. അമ്മു അങ്ങനെയല്ല, നീ എനിക്ക് പറയാനുള്ളൊന്നും കേക്ക്. ചുമ്മാ കുറെ ഉടായിപ്പ് ന്യായം പറയാനാണെങ്കിൽ എനിക്ക് കേൾക്കണമെന്നില്ല. അമ്മു, എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ കൊള്ളുന്നുണ്ട്. എടി വർക്കാവും, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ്? എടാ, നിനക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? കുറെ കാലം സിനിമയുടെ പുറകെ പോയി, ഇപ്പൊ ദേ അടുത്തത്. ജീവിക്കാൻ നീ കണ്ടുപിടിച്ച ജോലി ഇതാണോ? അമ്മു അങ്ങനെയല്ല, എനിക്കൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. നീ എൻ്റെ ഫുഡിൻ്റെ സ്റ്റോറി കാണാറുള്ളൂ അല്ലേ? എടാ, ചുമ്മാ നേരം പോക്കിന് ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ സ്റ്റോറി ഇടുന്ന പോലെയാണോ ഇത്? എനിക്കറിയൂല, നീ എന്താന്ന് വെച്ചാ ചെയ്. പക്ഷെ എന്നോട് ഇനി ഒന്നും പറയാൻ വരണ്ട. അമ്മു, അമ്മു ഡോറ് തുറക്ക. എടി ദേഷ്യം വരുമ്പോൾ നിനക്ക് ഒരാളത് പറഞ്ഞ് മുറിക്കുള്ളിൽ കയറി കഥ കടച്ചാൽ പ്രശ്നം തീരുമോ? എടി ഉണ്ടായിരുന്ന ജോലി കളഞ്ഞ് സിനിമയുടെ പുറകെ പോയത് എൻ്റെ മാത്രം ഇഷ്ടമായിരുന്നോ? അന്ന് നീ ഓക്കെ പറഞ്ഞല്ലേ, ഇപ്പം അത് എൻ്റെ മാത്രം കുഴപ്പമായല്ലേ? പിന്നെ നിന്റെ അച്ഛൻ പറഞ്ഞ ജോലി, അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയാണ് എനിക്ക് നിനക്ക് നല്ലത്. അമ്മു, നീ നോയിക്കോടി, നാളെ തന്നെ ആശാരിനെ വിളിച്ച് ഈ വീട്ടിലെ എല്ലാ കഥകിന്റെയും ലോക്കിയാൻ ഒരു കളയും.
എടി ദേഷ്യം വരുമ്പോൾ നിനക്ക് ഒരാളത് പറഞ്ഞ് മുറിക്കുള്ളിൽ കയറി കഥ കടച്ചാൽ പ്രശ്നം തീരുമോ? എടി 1000 ജോലി കളഞ്ഞ് സിനിമയുടെ പുറകെ പോയത് എൻ്റെ മാത്രം ഇഷ്ടമായിരുന്നു. അന്ന് നീ ഓക്കെ പറഞ്ഞല്ലേ? ഇപ്പം അത് എൻ്റെ മാത്രം കുഴപ്പമായല്ലേ? പിന്നെ നിന്റെ അച്ഛൻ പറഞ്ഞ ജോലി, അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയാണ് എനിക്ക് നിനക്ക് നല്ലത്. അമ്മു, നീ നോയിക്കോടി, നാളെ തന്നെ ഒരു ആശാരിനെ വിളിച്ച് ഈ വീട്ടിലെ എല്ലാ കഥകിൻ്റെയും ലോക്കിയാൻ ഒരുക്കളെ. ഇതൊക്കെ എടുത്ത് എന്താ പരിപാടി? എടാ, ഞാൻ ഇന്നലെ കുറെ റെഫർ ചെയ്തായിരുന്നു. ഇതുപോലുള്ള ട്രഡീഷണൽ പാത്രങ്ങളിൽ കുക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ വ്യൂസ് കിട്ടുക. എന്ത്? എടാ, അതായത് ഇതുപോലത്തെ മൺചട്ടി, തടിയുടെ തവി, ഇതിലൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ റീച്ച് കിട്ടും. നിനക്കെന്താ? ഞാൻ ആ ജോലിക്കൊന്ന് തീരുമാനിച്ചു. എടാ, നീ ഇന്നലെ കുറെ ആഗ്രഹിച്ചല്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞേ. ഇഷ്ടപ്പെട്ട ചെയ്യുമ്പോൾ കഷ്ടപ്പാടറിയില്ല. അപ്പൊ നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു, ഞാനതിന് നിന്റെ കൂടെ നിൽക്കും. എടി എന്നാലും എടാ, ഒരു മിനിറ്റ്. എടാ, ഇത് ഗിഫ്റ്റ് ഒന്നുമല്ല, എന്റെ പഴയതാ. നമുക്ക് ആദ്യം ഫോണിൽ സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ക്യാമറ വാങ്ങിക്കാം. അമ്മു, നീ ഇനി ഒന്നും പറയണ്ട. മോൻ ഇനി നല്ല കിടില റെസിപ്പി ഉണ്ടാക്കാൻ നോക്കിക്കോ. ബാക്കി കാര്യം ഞാനേറ്റു. അമ്മു, നീ പറഞ്ഞാൽ ശരി. നമ്മൾ നമ്മുടെ ലൈഫ് തുടങ്ങിയിട്ടുള്ളൂ. ഒരു സ്ഥിര വരുമാനം നമുക്കിപ്പോൾ വേണ്ടത്. എടാ, അതുകൊണ്ട് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്നു, ജോലിക്ക് ജോയിൻ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ നമ്മുടെ ഡ്രീം ട്രിപ്പ് പോകുന്നു. ഓക്കെ? എടാ, എന്നാലും അത് നീ ഒന്നും പറയണ്ട. ഞാനെന്തായാലും ആ ജോലിക്ക് വന്ന് തീരുമാനിച്ചു. എടി, എന്ന് കരുതി ഞാനത് വിടാൻ പോകുന്നില്ല. ഒഴിവ് ദിവസം പൂർവാധി ശക്തിയോടെ ഞാൻ തിരിച്ചു വരും. അന്ന് നീ ആയിരിക്കും എൻ്റെ വരാ. ഓക്കെ? തിരിച്ചു കൊല്ലും ഞാൻ. വാ. കല്യാണം രണ്ട് ഹൃദയങ്ങളുടെ ഒന്നിക്കൽ മാത്രമല്ല, രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ തമ്മിലുള്ള സൗഹൃദം കൂടിയാണ്.
എടാ പോയ കാര്യം എന്തായി? അതെന്ത് പറ്റി? എക്സ്പീരിയൻസ്. ആ, നീ എന്താ പറഞ്ഞേ? സി വിക്ക് സ്പെഷ്യൽ മെൻഷനിങ് അല്ലേ? ആ. ഞാൻ അവിടെ ചെന്നപ്പോൾ അറിഞ്ഞത്. അതെല്ലാവർക്കും ചെന്നിട്ടുണ്ട്. അതവരുടെ മെയിലിൽ ഇൻബിൽട്ടാ. കുറേ എംടെക്കാരുണ്ടായിരുന്നു, അവർക്കൊന്നും കിട്ടിയില്ല. അന്നേരമാണ് ബിടെക് മാത്രമുള്ള ഞാൻ. ക്യാഷ് കൊടുത്താൽ ജോലി കിട്ടും. ക്വാളിഫിക്കേഷൻ കൂടുന്തോറും കൊടുക്കേണ്ട ക്യാഷ് കുറയും. ക്വാളിഫിക്കേഷൻ കുറയുന്തോറും കൊടുക്കേണ്ട ക്യാഷ് കൂടും. ക്വാളിഫിക്കേഷൻ ഉള്ളവന് എക്സ്പീരിയൻസ് ഇല്ല, എക്സ്പീരിയൻസ് ഉള്ളവന് ക്വാളിഫിക്കേഷൻ ഇല്ല. എനിക്ക് ഇത് രണ്ടുമില്ല. എടാ പോട്ടെ, വിട്ടാളാ. ഇതെപ്പോൾ കഴിയും? ഒന്ന് പുറത്തു വരുന്നു. മൊത്തത്തിലൊരു മടുപ്പ്. എടാ ഒരു 47 മിനിറ്റ്, എന്നിട്ട് നമുക്ക് പുറത്തു പോവാം. ഉം. എടാ നീ ഒരു ഹെൽപ്പ് ചെയ്യോ? ഇല്ല. എടാ ഉച്ച മുതലിരിക്കുന്നതാ, കഴുത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര വേദന. നീ സ്ക്രീനൊന്ന് ഓഫ് ആവാതെ നോക്കിയാൽ മതി. അപ്പോൾ ട്രീറ്റ്? അതല്ലെങ്കിലും ഞാനല്ലേ. ഇതിൻ്റെ കാര്യം ഞാനിട്ടു. പൊക്കോ. യു ആർ സോ സ്വീറ്റ്. എടാ മീറ്റിംഗ് കഴിഞ്ഞായിരുന്നോ? മീറ്റിംഗ്? ഈശ്വര. എടാ നീ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? എടി, ഞാൻ ഓർത്തില്ല. ഓർക്കില്ല? നിന്റെ കാര്യമായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യോ? ഇതെനിക്ക് എത്ര പ്രധാനപ്പെട്ട മീറ്റിംഗ് ആയിരുന്നെന്നറിയോ? സാലറി ഹൈക്ക്, പ്രമോഷൻ എല്ലാം കൊണ്ട് നശിപ്പിച്ചില്ലേ? എടി സോറി. കഴിഞ്ഞല്ലോ. ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാ നിന്റെ ഭാഗം ക്ലിയർ ആയില്ലേ? നിന്റെ ഈ സ്വഭാവം കാരണം തകരുന്ന എന്റെയും കൂടെ ജീവിതം, അത് നീ ഓർത്തോ? കുറെ എടി, ഇത് ഞാൻ ശരിയാക്കി തരാം. ഇത് ചെറിയ സംഭവമാണ്. അറിയാത്ത കാര്യത്തെ പറ്റി സംസാരിക്കാൻ നിൽക്കരുത്. ഇത് ഓൺ ചെയ്ത് സിനിമ കാണാനല്ലാണ്ട് എന്റെ ജോലി എന്താണെങ്കിലും നിനക്കറിയോ? അമ്മു, എല്ലാ തവണത്തെയും പോലെ കുറെ യൂസ്ലെസ് എക്സ്പ്ലനേഷൻ തരാനാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. എനിക്ക് എന്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും മോശം തീരുമാനമാണോ നിന്നെ കല്യാണം കഴിച്ചതെന്ന് പോലും തോന്നുന്നു. അല്ല അതേക്കോ? നീ പെണ്ണിട്ടുള്ളോ? ഇല്ല, കുറച്ചു നേരമായി. അളിയന്തി അകത്തുണ്ട്. അല്ല നിങ്ങളെന്തോ ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട്? അത് ശരി. ബർത്ത്ഡേക്ക് സർപ്രൈസ് തരാൻ വരുന്നത് ആരെങ്കിലും കത്തയച്ചിട്ടാണോ? കൊള്ളാലോ. എവിടെ നമ്മുടെ ബർത്ത്ഡേ പോയി? അവൻ അകത്തുണ്ട്. അളിയനെ വിളിക്ക്. ഹാ, നിങ്ങളെപ്പറ്റി? ഡേ പറ്റിയോളടാ. ഹാ, ദേഹണക്കാരൻ രാവിലെ തന്നെ തുടങ്ങിയെന്നോ? ഏയ്, ഞാൻ വെറുതെ അകത്ത്. ഇന്ന് തന്നെ സ്പെഷ്യല്? എന്ത് സ്പെഷ്യല്? ഇവരൊക്കെ രാത്രി സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഇന്നലത്തെ സെലിബ്രേഷൻ കുറച്ച് കൂടിപ്പോയി തോന്നുന്നു. ദൈവങ്ങളുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണ്ടല്ലോ. ഏയ്,
എന്നാ പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി സംസാരിക്കാം അല്ലേ? ആ വാ. എടുത്തോ. ആ ആയിക്കോട്ടെ. വാ. വാളയാ. നീ ഇതൊന്നും ഇത്ര വലിയ കാര്യമൊക്കെ എടുക്കണ്ട, പ്രത്യേകിച്ച് അവന്റെ കാര്യത്തില്. നീ ഇന്നലെ റൂമിൽ കയറി വാതിലടച്ചപ്പോൾക്കും അവനതെല്ലാം മറന്നിട്ടുണ്ടാകും. എനിക്കറിയാൻ പാടില്ല അവനെ. പക്ഷെ ഇത് എല്ലാ തവണത്തെയും പോലെ അല്ല. ഇത്തവണ എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് വായി തോന്നി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അവന് നല്ല വിഷമമായിട്ടുണ്ടാവും. എവിടെന്ന്? അവനോ? ഇടി, അവൻ പണ്ട് മുതലിങ്ങനെ. അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആൾക്കാരെ അവനോട് എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും എത്രയൊക്കെ വഴക്കുണ്ടാക്കിയാലും അവനൊരിക്കലും അവരോട് ദേഷ്യമൊന്നും തോന്നാറില്ല. ഞാനും അമ്മയൊക്കെ തന്നെ അവൻ എന്തൊക്കെ പറയാറുണ്ട്. പിന്നെ മെച്ചൂരിറ്റി കുറവിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്കൊരു കുട്ടിയൊക്കെ ആവുമ്പോൾ താനെ മാറിക്കോളും. എന്തുപറ്റി? ഇനി അതിന് നിനക്കെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് മതി അങ്ങനെ എന്തേലും? പെട്ടെന്ന് എന്തായാലും വേണ്ടെന്നാ. ഫിനാൻഷ്യലി ഒന്ന് സെറ്റിലാവാതെ കുട്ടികളായിക്കഴിഞ്ഞാൽ, അതുമല്ല പാരൻറ്റിങ് അത്ര എളുപ്പപ്പണിയല്ലല്ലോ. നിങ്ങൾ എന്തിനീ പേടിക്കുന്നേ? പേടിയല്ല, ഈ ഓട്ടോ ഒക്കെ ഒന്ന് മാറി ഒന്ന് സ്റ്റേബിൾ ആയിക്കോട്ടെ. ആരേ, 6 വർഷമായി ഞങ്ങളൊരു കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ കാണാത്ത ഡോക്ടർമാരില്ല, വിളിക്കാത്ത ദൈവങ്ങളുമില്ല. ഈ ജോലിത്തിരക്കും വീട്ടുകാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ആ വീട്ടിലിരിക്കുമ്പോൾ അത് തരുന്നൊരു വേദനയുണ്ട്. അത് വല്ലാത്തൊരവസ്ഥയാ. നല്ലൊരു ദിവസമായിട്ട് ഞാൻ വെറുതെ അല്ല, ചായ ഇട്ട് രണ്ടുപേരും മേളിലേക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ. എന്തി? ഇപ്പം മുറി കയറി കഥ കടക്കണയാണ് പ്രശ്നം. അതെ. എന്നിട്ട് കുറ്റിയിടും. അതല്ല, അത് കഴിഞ്ഞിട്ട് അളിയനെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചേ. ഞാൻ ഒരു കോഫിയോ ഒരു കേക്കോ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ വഴക്ക് മാറും. അടി ഉണ്ടാവണു, മുറി കയറി കഥ കടക്കണു, കോഫി ഉണ്ടാക്കി കൊടുക്കണു, വഴക്ക് മാറണം. അതെ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്താണെന്നറിയോ, അളിയൻ്റെ ഭാഗ്യമാണ് അവള്. ഇത് നേരെ മറിച്ച് അടയണ എൻ്റെ റൂമിൻ്റെ ഡോറാണെങ്കിൽ ഞാനൊന്ന് സോഫയിലാണ്, മെയിൻ ഡോറാണെങ്കിൽ സിറ്റ് ഔട്ടിലും. അല്ല, താഴെ നിന്ന് ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ. അവർ നമ്മളെ കുറ്റം പറയായിരിക്കുമോ? എവിടുന്ന്? എൻ്റെ ഭാര്യയല്ലേ. അവൾ ലോകകാര്യത്തിൽ തുടങ്ങി കൊച്ചിൻ്റെ കാര്യത്തിലെത്തി കരഞ്ഞ് അവളെ കൂടി വിഷമിപ്പിച്ചാണ്ടാവും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇപ്പോൾ ഒരു വിളി താഴേന്ന് വരും. ഏട്ടാ,
അളിയനും അവളും മുകളിൽ സെറ്റ്. എടാ സോറി. ഒരു സോറി പറയാനാണോ നീ ഇവിടെ ഇരുന്നേ? ശരിക്കും നിനക്ക് വിഷമായില്ലേ? വിഷമായെന്ന് പറഞ്ഞാണോ അല്ലെന്ന് പറഞ്ഞാണോ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടുക? എടാ നിന്നെ ഞാൻ ഓരോ പ്രാവശ്യം വഴക്കു പറയുന്നതും നീ ഓരോ ചെറിയ കാര്യങ്ങൾ മറന്നു പോകുന്നേനാ. എന്നാൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യം മറന്നേ. എടി ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ? പറഞ്ഞത് നീയും കേട്ടത് ഞാനും അല്ലേ? നിനക്ക് എങ്ങനെയല്ല ഇങ്ങനെ ഇത്ര സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നത്? ഒരു വലിയ വര മായ്ക്കാതെ ചെറുതാക്കാനായിട്ടേ അതിനടുത്ത് ഇത്തിരി കൂടി വലിയ വര വരച്ചാൽ മതി. അതേപോലെ ഒരു ചെറിയ സങ്കടം വന്നു കഴിയുമ്പോൾ അതിനടുത്ത് വലിയ സന്തോഷം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ. അപ്പൊ നിന്റെ വലിയ സന്തോഷം ഞാനാ? ഉം. പറ. അതെ, എൻ്റെ സന്തോഷം മുഴുവൻ നീയാ. പോരെ? നീ ഇന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നിട്ടെന്തിനാ? അവർ രാവിലെ പോയല്ലേ? അവരുള്ളതൊക്കെ കുടിച്ചു തീർത്തിട്ടാ പോയെ? എനിക്കുള്ളതും ഉണ്ടാക്കി വെച്ചുവിടാർന്നോ ഭാര്യയെ? നീ എന്താ ഇങ്ങനെ നോക്കണേ? ഒരു കോഫി അല്ലേ, ഞാൻ ഉണ്ടായിക്കോളാം. എന്തുപറ്റി? അവളും വല്ലതും പറഞ്ഞോ? എടി അവളുടെ നാക്കിന് ബ്രേക്കില്ല. ബോധമില്ലാത്ത അവളെന്തെങ്കിലും പറഞ്ഞു തരുതി. ബുദ്ധിയില്ലാത്ത നിനക്ക് ക്ഷമിച്ചൂടെ? ചുമ്മാ പറഞ്ഞാ. നീ ഒരു കോഫി ഉണ്ടാക്കും, ഞാൻ അപ്പോഴേക്കും പല്ലേച്ച് തരാം. നിന്റെ മറ്റുള്ളവരോട് പോയി പറ ചായ ഉണ്ടാക്കാൻ. അയ്യോ, ചേച്ചി പോയില്ലേ? ഇല്ലെങ്കിൽ അവളോട് പറയായിരുന്നു. അല്ലാതെ ഉണ്ടല്ലോ കുറെ പേര് ലിസ്റ്റില്. ലിസ്റ്റോ? ഗിഫ്റ്റ് കൊടുക്കാൻ ഓരോന്നൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടില്ലേ? ഗിഫ്റ്റോ? ഒരുപാട് ഗിഫ്റ്റ് വാങ്ങിക്കുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? എനിക്ക് മനസ്സിലായില്ല. ഏത് ഗിഫ്റ്റ് ആണെന്നാണോ മനസ്സിലാവാത്തേ? നീ എന്താ പറയുന്നത് മനസ്സിലായിട്ടില്ല. നല്ലൊരു ഓണമായിട്ട് ആരും ഒരു തരത്തിൽ സമാധാനം തരുന്നില്ലല്ലോ. അതിന് ഓണം നാളെ കഴിഞ്ഞല്ലേ? അതുകൊണ്ട് അതുകൊണ്ടൊന്നുമില്ല. എടി സത്യമായിട്ട് നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതെന്താന്ന് മനസ്സിലായോ? അറിയാം, പാദസരല്ലേ? ഇത്രയും നാളും വേറൊരു പെണ്ണിന്റെ പുറകെ പോവില്ലെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എടി ഇതല്ല, ഇതിന് വേറൊരു കഥയുണ്ട്. ഇനി ഇതിന്റെ കഥ കൂടി ഞാൻ കേൾക്കണോ അല്ലേ? ആഹാ, എന്തുവാടേ, ഞങ്ങൾ അയൽക്കുത്താർക്കൊന്നും ഓണം ആഘോഷിക്കണ്ടേ? നിങ്ങൾ ഓണത്തല്ലേ നേരത്തെ തുടങ്ങിയോ? ഇവള് വെറുതെ. ആ, നീ ഇരിക്ക്. നിന്റെ പെങ്ങള് പോയോ? അവർ രാവിലെ പോയി, വൈകുന്നേരം വരും. ഞങ്ങളുടെ ആദ്യത്തെ ഓണല്ലേ, അപ്പൊ അളിനെയും പെങ്ങളെയും കൂട്ടി ഒന്ന് കളറാക്കാന്ന് വെച്ചു. ഇവളുടെ മുഖം എന്താ വല്ലാതിരിക്കണേ? അതൊരു പുതിയ കാര്യമല്ലല്ലോ. എടാ, ഞങ്ങൾ വന്നേ ഞങ്ങളുടെ പ്ലാൻ ആകെ മാറിപ്പോയി. എന്തുപറ്റി? എന്നുവെച്ചാ മോൻ അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് നേരെ തറവാട്ടിലേക്ക് പോകും. പിന്നെ നാളെ വരുള്ളൂ. അപ്പൊ നിങ്ങള് ഇങ്ങോട്ടും പോകുന്നില്ല? പോകുന്നില്ലടാ, ഉത്രാട് ഇവിടെ ആക്കാന്ന് വിചാരിച്ചു. വൈകുന്നേരം അങ്ങോട്ട് പോകും. അപ്പൊ പിന്നെ ഉത്രാടം ഒന്ന് കളറാക്കാതെ ഞാനും തീരുമാനിച്ചു. ആ, രതീഷേട്ടനുണ്ടെങ്കിൽ അളീനും വരുന്നുണ്ട്. നമുക്ക് പരിപാടി ഇച്ചിരി ഗംഭീരാക്കാം. ആ, ഇവരുടെ ആഘോഷം പറയാതിരിക്കാ നല്ലത്. ഇവളുടെ മുഖം എന്താ കടന്നൽ കുത്തിയ പോലെ ഇരിക്കണേ? ഒന്നുമില്ല, ഓഫീസിൽ പോണം, കുറച്ച് പെൻഡിങ് വർക്ക്സ് ഉണ്ട്. അല്ല അപ്പൊ നാളത്തെ ആഘോഷത്തിന്റെ കാര്യം സെറ്റല്ലേ? ആ, അതൊക്കെ സെറ്റാ. അളിയൊന്ന് വന്നിട്ട് സദ്യകാരേക്ക് ഒന്ന് പ്ലാൻ ചെയ്യണം, അത്രേ ഉള്ളൂ. ഞാനിവിടെ ഉള്ളപ്പോഴോ? എടാ, നിങ്ങൾ സദ്യയുടെ കാര്യം ആലോചിക്കണ്ട, അത് ഞാൻ അറേഞ്ച് ചെയ്തോളാം. ഉറപ്പാണോ? എന്താടാ ഒരു സംശയം പോലെ? നാളെ 4 കൂട്ടം പായസം അടക്കമുള്ള സദ്യ ഇവിടത്തെ വണ്ടി വിളിച്ചു വരും. രതീഷ പറയണേ. വന്നാ മതി. ആര്യ ഓഫീസിൽ പോയിട്ട് നേരത്തെ വരില്ലേ? ആ, ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും എത്തും. വന്നിട്ട് വേണം സാരിയുടെ കാര്യം സെറ്റാക്കാൻ. എന്ത് സെറ്റാക്കാൻ? അത് ഞങ്ങൾ പെണ്ണുങ്ങൾ പറഞ്ഞു. എടാ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ,
ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഡ്രസ്സ് എടുക്കാനുള്ള പരിപാടിയായിരുന്നു. ഇനിയിപ്പോ ഇപ്പൊ തന്നെ പോണം. എന്നാ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാ ശരി. എടാ അതെ, ഈ വഴിയിലെങ്ങാനും വെച്ച് ഒരു പാദസരം കിട്ടുകയാണെങ്കിൽ ഒന്ന് പറയണം. ഇവളുടെ ഒരു പാദസരം ഇന്നലെ കളഞ്ഞുപോയി. അതിന് വല്ല ശ്രദ്ധയും വേണ്ട, ഭയം പിടിച്ചിങ്ങനെ നടക്കുക. ശ്രദ്ധയില്ലാത്തോണ്ടൊന്നുമല്ല, ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാലിലെ പാദസരം ഉണ്ടായിരുന്നു. വരുന്ന വഴിക്ക് പോയതാവും. ഒരു ശ്രദ്ധയിലാണ് സത്യമായിട്ടും. കിട്ടിയ ഉറപ്പായിട്ടും പറയാം. അതെങ്ങനെയെങ്കിലും ശ്രദ്ധിച്ച് കണ്ടുപിടിച്ചാട്ടെ. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഇവള് പിന്നെ പറഞ്ഞിട്ടുണ്ടാകും. ഒറ്റ പാദസരം ഗിഫ്റ്റ് കൊടുക്കാനേ ഞാൻ എന്താ മണ്ടിയെങ്ങാനാണ്? ഓ ഇറങ്ങിയേക്കാം, വൈകിട്ട് കാണാം. ആ ആയിക്കോട്ടെ, ഓക്കെ. ഗിഫ്റ്റ്, പാദസരം. ഇനി ഇതിന്റെ കഥ കൂടി ഞാൻ കേൾക്കേണ്ട വരുമല്ലോ. എന്തൊക്കെ ബഹളായിരുന്നു. എടി ഇന്നലെ വരുന്ന വഴിക്കേ അതാ റോഡിൽ കിടക്കുന്നുണ്ടാ. കണ്ടപ്പോൾ കവിത ചേച്ചിട്ടാണോ ചെറിയൊരു ഡൗട്ട്. പിന്നെ ഞാൻ ആ കേസ് മറന്നുപോയി. അപ്പത്തേക്കും ഹോ എന്റെ കാര്യം. അല്ല, അപ്പൊ നിനക്ക് കവിത ചേച്ചിയുടെ പാസുരൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയില്ല, കണ്ടപ്പോ ഒരു ഡൗട്ട്, അതുകൊണ്ട് എടുത്തോണ്ട് വന്നു. ഇങ്ങോട്ട് നോക്കി. എന്റെ കാലിലെ പാസുരത്തിൽ എത്ര മണിയുണ്ട്? എന്ത്? അല്ല, എന്റെ പാസുരത്തിൽ എത്ര മണിയുണ്ട് എന്ന്. 4 5 6 മണി. എടാ പൊട്ടാ, എന്റെ കാലിൽ പാസുരവേ ഇല്ല. കണിക്കൊണ്ടവരുടെ പാസുരം പറക്കാൻ നടക്കുന്നു. മുറി അടയ്ക്കാൻ പോവായിരിക്കൂലേ? ആ എടാ, സദ്യയുടെ കാര്യമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, ഞാനല്ലേ പറയണേ. ആ 16 കൂട്ടം കറികളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള സദ്യ നാളെ വണ്ടി വിളിച്ചിവിടെ എത്തും. ആ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതെന്താ എല്ലാരും കൂടി 3-4 കൂട്ടം കറി ഉണ്ടാക്കി ആഘോഷിച്ച പോരെ? ഉത്രാടല്ലേ? അത് നിന്റെ മര്യാദ. അവരിങ്ങോട്ട് താമസം മാറി വന്നിട്ടുള്ള ആദ്യത്തെ ഓണമല്ലേ, അതും ഞാനുള്ള വില്ലേല്. അത് കളറാക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെ കൂടിയാ. 4 കൂട്ടം പായസം അടക്കമുള്ള സദ്യ നാളെ ഇവിടെ വണ്ടി വിളിച്ചു വരും. നീ നോക്കിക്കോ. വണ്ടി വന്നാ മതി. അതെ, നാളെ ഇടാനുള്ള ഷർട്ട് എടുത്ത് തന്നാ തേച്ചുതരാം. നാളെ എനിക്ക് സമയം ഉണ്ടാവില്ല. അതിനിപ്പോ ഇത്ര ചോദിക്കാൻ എന്താ? വെള്ള ഷർട്ടും തേച്ചാ പോരെ? നിങ്ങളുടെ ഒക്കത്തൊരു വെള്ളം. ഞാനൊരു ഷർട്ട് തരും, അതിട്ടാ മതി. പിന്നെ എന്തിനെങ്ങനെ ചോദിക്കണേ? ഈ സാരിക്കാരാണോ ഈശ്വര ഇത്രയും നീളം വെച്ചത്? തേച്ചിട്ടും തീരല്ല. നാളെ ഭാര്യയെ സുന്ദരിയായി കാണണമെങ്കിൽ മതി. എന്റെ ഭാര്യ സാരി ഉടുത്തില്ലെങ്കിലും സുന്ദരിയല്ലേ? മോൻ ആദ്യം സാരി തേക്ക്. ഇത് കഴിഞ്ഞു, അതുകൊണ്ട് ഇനി സൗന്ദര്യം ആസ്വദിക്കാലോ. എടി, ഉം. ഇത്തവണ വെറൈറ്റിക്ക് നമുക്ക് പാൻറ്റാക്കിയാലോ? ദേ, ഞാൻ ഒരു കാര്യം പറയാം. ഉം. കഴിഞ്ഞ ഓണം ഓർമ്മയുണ്ടല്ലോ, ഉവ്വ. സദ്യയുടെ സമയമായപ്പോഴേക്കും ദിപ്പോ വരാന്ന് പറഞ്ഞു പോയതാ. എന്നിട്ടും വന്നു കയറിയത് പാതിരാത്രിക്ക്. നീ പറയണ കേട്ടാ തോന്നും ഞാൻ സദ്യ വേറെ കഴിക്കാൻ പോയതാണ്. എടി, എന്നാ മറ്റേ സ്ഥലം കച്ചവടം എൻ്റെ കമ്മീഷൻ കയറിയതേ നിന്റെ 2 മാസത്തെ സാലറിയാ, അറിയാവോ? നിങ്ങളിങ്ങനെ ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കിക്കോ. ബാക്കിയുള്ളതിന്റെ വിഷമം മനസ്സിലാക്കണ്ടല്ലോ. എൻ്റെ പൊന്നു മോളല്ലേ, ഓണം കഴിഞ്ഞിട്ട് നമുക്ക് സെൻറ്റി അടിക്കാം. ഇപ്പം നീ ഇതൊന്ന് തേക്ക്. വരയ്ക്കേ, വളച്ചു വരയ്ക്കേ. എടാ ഇത് വട്ടായിട്ട് വരട്ടേന്ന്. അളവ് നോക്ക്. ഇവനിത് എങ്ങോട്ടേ കൊണ്ടോ? ശരിയായിട്ടില്ല, അത് ശരിയായിട്ടില്ല. വരയ്ക്കോ നോക്കി വരയ്ക്ക്. ആ വളഞ്ഞു വരട്ടെ, വട്ടാവട്ടെ, ചതുരാവല്ലേ, അങ്ങനെ വരയ്ക്ക്. വളച്ചെടുക്ക്. എടാ വളഞ്ഞു വട്ടാവട്ടെ, വൃത്തം. എന്താ കുറേ നേരമായി. അതെ, കുറെ നേരം തെറ്റണു. തുടങ്ങ. വീശി എടുക്ക്. ആ ഇങ്ങനെ പോട്ടെ. വളച്ചെടുക്ക്. എന്നാ ഇയാൾ വരയ്ക്ക്. അല്ല, എനിക്ക് വരയ്ക്കാനറിയില്ല. ഞാൻ ഈ കോച്ചിങ് മാത്രമേ ഉള്ളൂ. അവളെല്ലാം ചെയ്യാറ്. നന്നായി. ആ. എന്നാ പിന്നെ മിണ്ടാണ്ടി. വരച്ചോ. വീശി എടുക്ക്. വട്ടാവട്ടെ. വര. ആ ഇത് കൊള്ളാം, വെറൈറ്റി ആയിട്ടുണ്ട്. എല്ലാ പൂക്കളത്തിനും വട്ടമല്ലേ? ഇത് എസ്തെറ്റിക്കാ. വെരി ഗുഡ്. അത് പിന്നെ രതീഷ് ചെയ്ത വെറൈറ്റി ആയിരിക്കും ലളിയാ. അല്ല, രതീഷിന്റെ കൂടെ ചെയ്ത വെറൈറ്റി ആയിരിക്കും. പിന്നെ വെറൈറ്റി ഇത്തിരി കൂടിപ്പോയാലുള്ളൂ. ഇത് കുഴപ്പമില്ലല്ലോ, നല്ലതാ. ഞാൻ എപ്പോഴേ പറഞ്ഞ പട്ടണ പരിപാടിക്ക് പോയാൽ 3 പേര് സാരി എടുക്കാൻ പോയിട്ട് കാണുന്നില്ലല്ലോ. അവർ വരുവാണെങ്കിൽ ഈ ഡിസൈനെങ്കിലും മര്യാദയ്ക്കാനെ.
ഏ അല്ല മൊത്തത്തിലൊന്ന് സെറ്റപ്പാണ് ഉദ്ദേശിച്ചത്. അവരൊരു അനിയും ടൈം എടുക്കും. ലോകത്ത് ആരും കാണാത്ത ഡിസൈനിലായിരിക്കും ഇനി അവർ എഴുതുന്നത്. നോക്കടോ കറക്റ്റായി. ഇത് കറക്റ്റ് ആയല്ലോ. ഇപ്പൊ കറക്റ്റ് അർത്ഥ വൃത്തായി. ഏ? ഞാൻ പറഞ്ഞ മാതിരി തന്നെ. നന്നായിട്ട് ഇനി പൂട്ടാ മതി. ഇപ്പൊ ശരിയാക്കി തരാന്നും പറഞ്ഞ് കുറച്ച് മണിക്കൂറായല്ലോ 3 പേരും കൂടി പരിപാടി തുടങ്ങിയിട്ട്. ഇവന്മാരോട് ചുമ്മാ ഇരിക്കല്ലായിരുന്നോ? പിന്നെ ഞാനുള്ളതുകൊണ്ട് മനോഹാരിതയ്ക്ക് കോട്ടം തട്ടാതെ മാനേജ് ചെയ്യും. ഉം. അതെ അതെ അതെ. അതൊറ്റ നോട്ടത്തിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായി. കിട്ടിയില്ലേ? കൂട്ടത്തിൽ കുട്ടിയാണെങ്കിൽ ഇവൾക്കാണ് ഏറ്റവും കൂടുതൽ ഹ്യൂമർ സെൻസ് ഉള്ളത്. നിന്റെ ഭാഗ്യം. ശരി ശരി. ചേട്ടാ എന്താടാ? ആ വരാ വരാ. ഞാൻ ദേ ഇപ്പൊ വരാം. ആ ഓക്കെ. നമുക്കെന്നാ ഇതിന്റെ ബാക്കി നോക്കാം. എന്താടാ? ചേട്ടാ കുറച്ച് പൈസ വേണമായിരുന്നേ. പൈസയോ? ആ. എന്തിന്? അഡ്വാൻസ് ആയിട്ട് നന്നായി, കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. ഞാൻ സാധാരണ അങ്ങനെ പൈസ കൊടുക്കാറില്ല. പിന്നെ നീ ആയതുകൊണ്ട് തരാം. ഇപ്പം എന്തിനാടാ പൈസ? കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നേ. അപ്പം സാധനം ഇതുവരെ വാങ്ങിച്ചില്ലേ? നാളത്തേക്കല്ലേ, വൈകിട്ട് വാങ്ങിച്ചാൽ പോരെ? നാളത്തേക്കോ? ഇന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്? ഇന്നത്തേക്കാ? ആ എടാ ഇന്നത്തേക്ക് തന്നെ എന്നല്ലേ ഞാൻ പറഞ്ഞത്. ചേട്ടാ നാളത്തേക്കല്ലേ പറഞ്ഞേ? ഇന്നാ പരിപാടി. അല്ല ചേട്ടാ നാളത്തേക്ക് പറഞ്ഞേ, എനിക്ക് ഉറപ്പാ. എടാ ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞാൽ ഇന്നാ പരിപാടി എന്ന് എനിക്ക് ഉറപ്പല്ലേ? ചേട്ടാ ഞങ്ങൾ എഴുതി വെച്ചേക്കുന്നതല്ലേ, ഞങ്ങൾക്ക് അങ്ങനെ തെറ്റാനാ? എടാ നിങ്ങൾ എഴുതി വെച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പരിപാടി ഇന്നാണോ നാളെ എന്ന് എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ചേട്ടാ ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എടാ എനിക്ക് ഇന്നത്തെ പരിപാടിക്ക് ഇന്ന് തന്നെ സാധനം വേണം. നീ മര്യാദയ്ക്ക് എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇനി വേറെ ആളെ അന്വേഷിക്കാൻ പറ്റുമോ? ഇനി ചേട്ടാ ചേട്ടൻ പറയുന്ന അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇങ്ങനെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ചേട്ടാ? എടാ എനിക്ക് ഉറപ്പാണെന്ന്. എനിക്ക് അങ്ങനെ തെറ്റ് പറ്റാറില്ല. ഇന്ന് തന്നെ ഞാൻ പറഞ്ഞത്. ചേട്ടൻ നാളത്തേക്കാണ് പറഞ്ഞത്. ഞാൻ എത്ര അല്ല, പ്രാവശ്യം എനിക്ക് പറയണം? ഉറപ്പാണല്ലോ. അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ കിടന്നതിനോട് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എന്താ സംഭവം? ഇവനെന്തോ ഡേറ്റ് മാറിപ്പോയിന്ന്. നാളെയാന്ന് വിചാരിച്ചു. ഫുഡില്ല. എന്റെ പൊന്നു ചേച്ചി നാളത്തേക്ക് എന്നെ വിളിച്ചു പറഞ്ഞേ. എന്നിട്ട് അതിപ്പോ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിർത്തിട്ട് ഉണ്ടാക്കാനാ? അല്ല 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 അല്ല. അയ്യോ അപ്പൊ ഫുഡില്ലേ? ഇതിപ്പോ സംഭവം കറക്റ്റ്. ഫുഡ് മാറിപ്പോയോ? ഫുഡ് മാറിപ്പോയതല്ല, പുള്ളി പറഞ്ഞ ഡേറ്റ് മാറിപ്പോയത്. ഞാൻ പറഞ്ഞ ഡേറ്റ് ഒന്നും മാറിപ്പോയില്ല. അവനെ ഡേറ്റ് മാറിപ്പോയതാ. അല്ല നിലവിൽ ഫുഡൊന്നുമില്ല ചേട്ടാ വേറെ ഓർഡർ ഉണ്ട്. അതെ, ഫുഡിൻ്റെ പൈസയുടെ കേസിലെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു 10-100 കൂടുതൽ തരാം. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ. ഇപ്പം ഈ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ ഫണ്ടിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അരി വേവണ്ടേ? ചേട്ടാ അതെ സമയം ഇത്രയല്ലേ ഉള്ളൂ. നമ്മൾ കുറച്ചുപേരേ ഉള്ളൂ. ഇത് തന്നെ ഒന്നും ഉണ്ടാവില്ലേ? എന്തെങ്കിലും എന്താ ഉള്ളതെന്ന് വെച്ചെടുത്താൽ മതി. ബാക്കിത്തെ ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം. ആ അതെ. എന്തേലും എന്ന് പറഞ്ഞാ അതെ അതെ, എനിക്ക് അടുക്കള കയറാൻ പറ്റില്ല കേട്ടാ. സാരി എടുത്ത് എങ്ങനെ കയറുന്നത്? ഇതാണോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? അത് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഒരു കാര്യമുണ്ട്. ആ. കുറച്ച് ചിപ്സും ശർക്കരട്ടിയും തരാം, ഏ? കൂടെ 1 പാക്കറ്റ് പായസം തരാം. ആ പായസം കൊടുത്ത് തന്നെ നെഞ്ചത്തേക്ക് എടുത്ത് ഒഴിക്കാൻ തന്നാ. പ്രശ്നം ഉണ്ടാക്കല്ലേ ചേട്ടൻ വിട്ടോ, ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. അല്ല പേയ്മെന്റ് ഒന്നും കൊടുത്തില്ലല്ലോ അല്ലേ? ഇല്ല. എങ്കിൽ വാ. ഓ നല്ലൊരു സൈറ്റ് ഇവിടെ കിടന്ന് കച്ചറ ഉണ്ടാക്കണ്ട. ചേട്ടൻ ചെല്ല്. അതെ എന്താ? അഡ്വാൻസ് ഇന്ന് തരാമെങ്കിൽ നാളെ 16 കൂട്ടം വെച്ച് സദ്യ തരാം. നിന്റെ ഒരു കുന്തവും കുടച്ചട്ടോടുണ്ടാ. ഇറങ്ങടാ എന്റെ പറമ്പിൽ നിന്ന്. ഇറങ്ങടാ, പോടാ. നീ ആയിട്ട് ചേട്ടാ, കച്ചവടവും ഇല്ല. വന്നേന്ന്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ചെല്ല്. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കൂടല്ല. ഉം. ഞാൻ പറഞ്ഞ അതെ. എന്താ ഒരു കാര്യം പറയട്ടെ, ഒന്നും അത്ര വിഷയമാക്കേണ്ട കാര്യമില്ല. നല്ല അതെ. ദിവസമായിട്ട് എന്തിനാ ഈ ഇങ്ങനെ അലമ്പുണ്ടാക്കണേ? ഇതെല്ലാം കൂടി നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നിസ്സാര സംഭവമല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം. ഞാൻ അളിന് പോയിട്ട് പച്ചക്കറി അതല്ലേ. പായസമുള്ള സാധനമൊക്കെ മേടിച്ചിട്ട് വരാം. അടുത്ത് ആ കടയിലുള്ള തന്നെ ഞങ്ങൾ പോയിട്ട് വരാന്നേ, പെട്ടെന്ന് പോയിട്ട് വരാം. എടാ മക്കളെ, ഇത് എന്റെ പ്രശ്നമല്ല കേട്ടോ. അവന്റെ ഡേറ്റ് തെറ്റിപ്പോയി കേട്ടോ. അത് അത് കുഴപ്പമില്ല, നീ കുഴപ്പമില്ല. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. അവന്റെ പോയിട്ട് വരാം. ഞങ്ങൾ അവന്റെ പോയിട്ട് വരാം. date- കുഴപ്പമില്ല. പോയിട്ട് വരാം. ഡേറ്റ് എല്ലാവർക്കും മാറിപ്പോലെ. അതെ, ആ. നിങ്ങൾക്കല്ലേ ഡേറ്റ് ചെയ്ത്? ആ. ശരിയാക്കി തരാട്ടാ.
അല്ല അതിൽ വേറൊരു കാര്യമുണ്ട്. കവിത ഞാൻ പറയണ നീ ഒന്ന് കേക്ക്. ജനികായ രാത്രികൾ പോലെ ആരോ ഇരുൾ മാഞ്ഞ പകലത് പോലെ ആരോ മനമാകെ കവർന്നത് പോലെ ആരോ ഇടനെഞ്ചിൽ പെയ്തത് പോലെ ജനികാ കല്യാണം മനസ്സാൽ നിന്നാണം ഇവിടെ തുടരും ഇതുപോലിനി നാം തുടരെ മരുഭൂവിൽ ജലകണമതു പെയ്യാൻ വഴി തേടിടുമാ മുകിൽ പോലിനി നാം. ഉപ്പ് ഗ്ലാസ് വിട്ടില്ലല്ലോ. ഇത്തിരി മിച്ചറ് പിടിച്ചേ. അടിച്ചാലോ? ഞാൻ അടിക്കാം. എന്ത്? ഹായ് വേണാ ഡേ നീ പോവണാ? ഞാൻ വരാം. പോടാ. നിങ്ങളും പോവാ? നീ അടിച്ചോ. പെങ്ങളെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? എന്തെയ്യാ? ചുമ്മാ എന്തേ വേണോ? എന്തി കൈവിട്. പറ. എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഇനി കുടിക്കില്ലാന്ന് വാക്ക് തന്നെയല്ലേ? ആ. ഓണം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ വീട്ടിൽ പോവാ. അതിനാര് കുടിച്ചു? എടി ഞാൻ അവർക്കൊരു കമ്പനി കൊടുത്തല്ലേ. ദേ മുഖത്ത് നോക്കി വെറുതെ നുണ പറയല്ലേ. സ്മെല്ലുണ്ടോ? ഉണ്ടല്ലോ. നീ ഷർട്ടൊന്ന് മണത്ത് നോക്കി. ഷർട്ടിൻ്റെ സ്മെല്ലത്. വായിക്ക് സ്മെല്ലൊന്നുമില്ല. അവർക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് ഷർട്ടിലേക്ക് വീണു. ആ സ്മെല്ലത്. ഇനി അവർ കുടിച്ച ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് കൊക്കക്കോള കുടിച്ചത്. അതിൻ്റെ സ്മെല്ലാണെന്ന് അറിയില്ല. സത്യം? നമുക്കുണ്ടാവാൻ പോകുന്ന 10 മക്കളാണ് സത്യം. 10? ഈ സാരിയെ കൊടുത്ത് കണ്ടപ്പോൾ ഒരു രസമല്ലേ? അയ്യടാ പോലെ അവളുടെ അടയ്ക്കൊരു പോലത്തെ നോക്കും. എന്നിട്ട് ജാടയ്ക്ക് കുറവൊന്നുമില്ല. ഓണമൊക്കെ ആയിട്ട് ഒന്നുമില്ലേ? ഓണൊക്കെ ആയിട്ട് എന്താ? അടങ്ങിയിരുന്നു. അളിയോ ചൂടായോണ്ടേ ഇപ്പൊ എന്താ പറയുക, ഇറങ്ങിപ്പോയല്ലോ. ബാ പോ. സംഭവം യുഗേ യുഗേ. ചേട്ടൻ എന്തേ കാണിക്കണേ? നിനക്കിതിന്റെ ഉപയോഗം ഇപ്പൊ മനസ്സിലാവില്ല, പിന്നെ മനസ്സിലാവും. ആ സമയത്ത് നീ ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ച നീ ഒരു ഉത്തമ ഭർത്താവോ എന്നെ പോലെ. വണ്ടി പറ്റിച്ചു. ജനികാ കല്യാണം മനസ്സാൽ നിന്നാണം ഇവിടെ തുടരും ഇതുപോലിനി നാം തുടരെ മരുഭൂവിൽ ജലകണ
നമുക്കൊരു സ്വർണത്തിന്റെ കൊലുസ് വാങ്ങിച്ചാലോ? അത്രയ്ക്കൊക്കെ വേണോ? എന്നാ വെള്ളി മേടിക്കും. ഹേ? എന്തിനാലേ? പൊന്നും കൊടുത്ത് എന്തിനാ പൊട്ട്? ഇന്ന് പതിവില്ലാണ്ട് വല്ലാത്ത സ്നേഹമാണല്ലോ. അതിന് എല്ലാ ദിവസവും അടിയും വഴക്കല്ലേ? മേലെ കണങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ? അയ്യടാ. എടാ ഒന്നിങ്ങ വന്നേ. പെണ്ണ് സമ്മതിക്കൂല. ഒരു മിനിറ്റ് ഇപ്പൊ വരാം. ആ ഹലോ ചേച്ചി. നിങ്ങൾ കിടന്നോ? ഇല്ല, പറഞ്ഞോ. എന്റെ പാദത്തിന് കട്ടിന്റെ അടി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാ കണ്ടത്. അത് പറയാൻ വിളിച്ചതാ. ശരി മോളെ, ഗുഡ് നൈറ്റ്. അമ്മ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ലോ. നേരെ ചേച്ചിനെ വിളിച്ചു. നാളെ ചെല്ലുമ്പോൾ പായസം കൊടുത്തില്ല. ഇവിടെ അതിലും സ്വീറ്റായിട്ട് കാര്യം നടക്കുമ്പോഴാണ് പായസം. അമ്മേ എന്താടി? ഇവിടെ അലാറം വെച്ചാണ് നമ്മോട് പറഞ്ഞത്. എന്തൊക്കെ പ്ലാനായിരുന്നു. നല്ലൊരു ഓണമായിരുന്നു. ഓണത്തിൻ്റെ രാത്രി തന്നെ. പച്ചക്കറിന്ന് ചോര വരാത്തോണ്ടല്ലേ നമ്മളിങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് അറിയുന്നേ. ആ അതെ അതെ. ചോര വരുമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ? ചോരയോ? ഓരോ തുള്ളി വരുന്നതും ഇങ്ങനെ കണ്ട് ആസ്വദിച്ച്. സ്വപ്നമായിരുന്നല്ലേ? വെറുതെ പേടിച്ച്. എൻ്റെ ഒരു നീ എന്താ എന്നെ പറ്റി വിചാരിച്ചേ? ഞാൻ ഒരു പൊട്ടിയാണെന്നോ? എനിക്കൊന്നും മനസ്സിലാവില്ലെന്നോ? മനസ്സിലാക്കാൻ അങ്ങനെ തന്നെ അവനെ വെട്ടി 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 വെട്ടിക്കൊല്ലണം. അവന് കണ്ടവളുമാർക്കൊക്കെ. എന്റെ കയ്യിൽ അവനെ കിട്ടിയാണ്ടല്ലോ, കഴുതിരിക്കേ. ആ അങ്ങനെ ശ്വാസം പൊട്ടിക്കേ. അറുത്ത് കയ്യും കാലും ഒക്കെ വെട്ടി 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 പട്ടിക്കിട്ട് കൊടുക്കണം. അമ്മേ പൊന്താറടാനായിട്ട്. ഇതെന്തത്? അടിയും കിട്ടി. ഇപ്പം എന്താ ഇവിടെ ഉണ്ടായേ? ജോയിൻ്റൊക്കെ ഇളകിയോ? അയ്യോ, ഇന്നലെ എൻ്റെ മുഖം തല്ലി പൊട്ടിച്ചോളായിരുന്നു കളർ ഡ്രസ്സ് കിട്ടുക. ഓർമ്മയില്ലാത്തതാണോ അതോ? കൊറേ നേരമായല്ലോ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നു. പല്ലുവേന ഉണ്ടോ? ചെറുതായിട്ട്. അവര് പോയോ? അവരൊക്കെ രാവിലെ പോയി. നീ നല്ല ഉറക്കായിരുന്നു, അതുകൊണ്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞു. നന്നായി. അതാ പിന്നെ ഞാനും എഴുന്നേപ്പിക്കാൻ. ഒരു കോഫി കിട്ടുമോ? നല്ല തലവേദന. ഇപ്പൊ പല്ലുവേന മാറി തലവേദനയോ? ഓ എന്തൊക്കെ ചോദ്യം. എടാ, കോഫി ഞാൻ കിച്ചണിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് പോവാൻ സമയമായി. നീ എടുത്തു കുടിക്കൂലേ? നിനക്ക് പോകാൻ സമയമായോ? ഇപ്പഴാകുമ്പോ കവിത ചേച്ചിയുടെ കാറിൽ പോവാം. ഊബർ പൈസ ലാഭം. നല്ലതാ. ആ പിന്നെ രതീഷേട്ടൻ അവിടെ ഉണ്ട്. ഞങ്ങളില്ലാന്ന് കരുതി ഓണത്തിന് ഒപ്പിച്ച പോലെ എന്തെങ്കിലും ഒപ്പിക്കാനാണ് പ്ലാനെങ്കിൽ. എന്ത് പ്ലാൻ? നീ പൊക്കോ. ശരി എന്നാ, ബൈ. ബൈ. അവിടെ ഉണ്ടല്ലേ? പോയല്ലോ അല്ലേ?
ഹലോ, ആ രതീഷേട്ടാ വീട്ടിലുണ്ടല്ലേ? ആ. ചിരിക്കണോ? പൊട്ടി. എടോ കണ്ണിച്ചോരില്ലാത്തവനെ ഒരാളുടെ കഥ പറയുമ്പോ താൻ ചിരിക്കാ? എടാ, ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാർക്കും കഥകൾ മാത്രമേ പറയാനുള്ളേ. അല്ലടാ, നിന്റെ പെണ്ണുമുള്ള നിന്റെ കാരണം അടിച്ചു പൊട്ടിച്ചതിന് ഞാനെന്തിനാടാ വിഷമിക്കുന്നത്? ചേട്ടന് വല്ല സൈക്കാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ കോണ്ടാക്ട് ഉണ്ടോ? എടാ, ഇതൊന്നും അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല നീ. ചേട്ടൻ അങ്ങനെ പറയാം. ഒറ്റയട്ടിക്ക് ഒരു 10 സെക്കൻഡ് ഞാൻ കേൾക്കാത്ത കിളികളുടെ ഒച്ചയൊന്നുമില്ല, തത്തയുടെ സൗണ്ട് വരെ ഞാൻ കേട്ടു. എൻ്റെ അമ്മി. ആദ്യമായിട്ടാണോ? വർത്താനം പറയാറുണ്ട്, ഈ അടി ആദ്യമായിട്ടാ. ശീലായിക്കോളും. എന്ത്? എടാ, നിനക്ക് ഈ അടി മാത്രമേ ഉള്ളൂ. ആ. ഇന്നലെ രാത്രി കവിതന്റെ ഒരൊറ്റ ചവിട്ട് ഞാനിങ്ങനെ പറന്ന് ഡൈവ് ചെയ്താ നിലത്തെത്തിയത്. അതിത്തിരി കൂടുതലല്ലേ? എന്നാ നിലത്തെത്തി. ചോദിച്ചപ്പോ പറയാം വണ്ടി സ്റ്റാർട്ട് ചെയ്താന്ന്. വല്ലതും പറയാൻ പറ്റുമോ? അപ്പൊ ഈ ചേച്ചിക്ക് പ്രശ്നമുണ്ടോ? ലോകത്തുള്ള 5% ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ട്. നിന്നെപ്പോലെ തന്നെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയി. പുള്ളി പറഞ്ഞതാ, ദേഷ്യം, സ്ട്രെസ് ഇങ്ങനെയുള്ളവർക്ക് അത് വരുന്നത്. അപ്പൊ ചേച്ചി മരുന്ന് കഴിക്കുന്നുണ്ടോ? മരുന്ന് കഴിക്കാൻ പാകത്തിനൊന്നും ഇല്ല. അത് നമ്മൾ അവരെ മാക്സിമം ഹാപ്പി ആക്കി വെക്കുക, അത്രേ ഉള്ളൂ. ഹാപ്പി ആക്കി വെച്ചാ? ഇപ്പൊ ഒരെണ്ണം കിട്ടിയില്ലേ, അതിന്റെ ആഘാതം ഇത്തിരി കുറയും. ജോയിന്റ് ഇളകിയിരിക്കുമ്പോ. അല്ലടാ, നീ ഇത് അവളോട് പറഞ്ഞോ? ഇല്ല. ഇനി അറിയാണ്ട് ഇതാണെങ്കിൽ നമ്മൾ പറഞ്ഞ് സങ്കടാക്കണ്ടല്ലോ. അതും ശരിയാണ്. ഇന്നത്തെ കാലത്ത് ചായക്ക് കടുപ്പം കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവോഴ്സ് ആവുന്നത്. അവളെ ഡൈവോഴ്സ് ചെയ്താ എനിക്കറിയ പെണ്ണ് കിട്ടില്ല മിസ്റ്റർ. ചേച്ചി എന്താണ് അങ്ങനെ പറയണേ? എടാ, നിന്റെ ഈ ലുക്ക്, നിന്റെ ഈ യോഗ്യത ശരിയാണ്. നിനക്കിപ്പോ അവളെ തന്നെ കിട്ടിയത് ഭാഗ്യം. ആയിക്കോട്ടെ, എന്നാ ഞാൻ പോയേക്കോ. നിക്കടാ, എന്താ പരിപാടി? എന്ത് പരിപാടി? ആസ് യൂഷ്വൽ, നോ പരിപാടി. നിന്റെ പല്ലുവേദനയ്ക്ക് പറ്റിയൊരു ഐറ്റം എൻ്റെ കയ്യിലുണ്ട്. എന്ത് ഐറ്റം? ജമന്തി. അവിടെ കർട്ടൻ മാത്രമേ ഉള്ളൂ. ജമന്തി. പോവാ? പൂവോ? ഇതടിച്ചാ നിന്റെ മുത്തച്ഛന്റെ കായ വരെ പൂക്കും. പക്ഷെ ഈ കുപ്പി? കുപ്പി നോക്കണ്ട, കുക്കറിലടിച്ചതാ. ഓ. പക്ഷേ ഞാൻ ഇല്ലടോ, ഞാൻ അടിച്ചവിട്ടുക. ഓണത്തിന് ക്ഷീണം കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ കൂടെ അവള് പറഞ്ഞുള്ളത്. എടാ, ഭാര്യമാര് ജോലി തന്നെ ഇതല്ലേ, അവരിന് എന്തെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എടാ, കുറച്ച് കുടിയുണ്ടെങ്കിലേ അതിന്റെ മറവിൽ ബാക്കിയുള്ള കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ കവറായി പോയിക്കൊള്ളു. എന്ത് കള്ളത്തരം? നീ എന്തൊക്കെ അറിയാൻ കിടക്കുന്നു. എടാ, നീ അടിക്കണമെങ്കിൽ എനിക്കൊരു കമ്പനി തരാൻ പറ്റുമോ? കമ്പനി വേണേ തരാം. അത് മതി. എന്താലേ ജമന്തി, വെരി ഗുഡ് ജമന്തി. ജമന്തി. പറ. എന്തു പറയാൻ? എടാ, കഥ പറ. എനിക്ക് 2 അടിച്ച അപ്പ കഥ കേൾക്കണം. എനിക്ക് കഥയൊന്നും അറിയില്ല. അത് നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ ഒരു കഥയില്ലാത്തവനാണ്. എടാ, എന്തെങ്കിലും ഒരു കഥ പറ. അല്ലെങ്കിൽ നിന്റെ കഥ പറ. നിന്റെ ആര്യയുടെ കഥ പറ. എടോ, ഞങ്ങളുടെ കഥ അത്ര വലിയ കഥയൊന്നുമില്ല. എടാ, അങ്ങനെ വലിയ കഥയൊന്നും വേണ്ട. പിന്നെ ഞാനീ 5-6 പെഗ് കഴിക്കുന്ന സമയത്ത് നിന്റെ കഥ തീർന്നാ മതി. താൻ ഇങ്ങനെ അടിക്കാന്നുണ്ടെങ്കിൽ എന്റെ കഥ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ മദ്യം തീരും. എന്നാ വേണ്ട, ഞാൻ പതുക്കെ ആസ്വദിച്ച് കഴിക്കാം. നീ പറ. പോരട്ടെ? അടിക്കേ, പോരട്ടെ? ഞാൻ അവളെ ആദ്യം നിക്ക്, ഞാനൊരു മൂഡ് പിടിക്കട്ടെ. പിടിച്ചു. പറ. ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് കോളേജിൽ വെച്ചാണ്. 1-2 തവണ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ക്രഷ് അടിച്ചു. പിന്നെ അവിടെയും ഇവിടെയും ഒക്കെ വെച്ച് ഞാൻ കാണാൻ തുടങ്ങി. രതീഷേട്ടാ, കളഞ്ഞ്. എടാ, ഞാനത് വിഷ്വലൈസ് ചെയ്തോണ്ടിരിക്കല്ലായിരുന്നോ? സോറി. യു കണ്ടിന്യൂ. എവിടെ നിർത്തിയേ? കോളേജ്. കണ്ടിന്യൂ. ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് കോളേജിൽ വെച്ചാ. കണ്ട് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ക്രഷ് അടിച്ചു. പിന്നെ അവിടെയും ഇവിടെയൊക്കെ വെച്ച് ഞാൻ കാണാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്ന ദിവസം ഞാനൊരു ലേസൊക്കെ കഴിച്ച് നമ്മുടെ ഈ കോളേജിൻ്റെ താഴെ ഒരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതിൽ നടന്നു വരുമ്പോൾ അവിടെ ഒരു ബെഞ്ചിൽ അവള്
റിസൾട്ട് വന്ന ദിവസമല്ലേ കരഞ്ഞോണ്ടിരിക്കണേ. കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. എന്നാൽ പിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ അവളുടെ അടുത്തേക്ക് എത്തി. ഹായ്. അത് വേണ്ട, റേറ്റ് പിടിക്കാം. ഹലോ. എന്താ അങ്ങനെ പോയേ? എടീ, സെമസ്റ്റർ എക്സാം അല്ലേ? സെമസ്റ്ററും എക്സാമൊക്കെ ഇനിയും വരുമല്ലോ. അതും ഫസ്റ്റ് സെമസ്റ്റർ അല്ലേ? പാവം, ഭയങ്കര സങ്കടമായി കാണും. എത്ര എണ്ണം ഉണ്ട്? 5. 6 വിഷയത്തിൽ 5 എണ്ണം സപ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ ആളായാലും വിഷമം ഉണ്ടാവും. സാറില്ല. നീ സിവിലല്ലേ? ഞാൻ ട്രിപ്പിളി. അല്ല, സച്ചിൻ. അല്ല, തനിക്ക് എത്ര എണ്ണം ഉണ്ട്? മൊത്തം പറഞ്ഞാലോ, വിഷമിപ്പിക്കണ്ട. എനിക്ക് 6. ഞാൻ 6 പറഞ്ഞിട്ട് ഇവൾ 6 നല്ല കേട്ടെ. ചിലപ്പോൾ സങ്കടം കൊണ്ടായിരിക്കും. മെത്തേഡൊന്ന് മാറ്റി പിടിക്കാം. അല്ല, പേപ്പർ പഠിച്ചേനെ. ആര്യ CM. അല്ല, ഈ എസ് എന്ന് പറഞ്ഞാൽ സപ്ലി അല്ല. 90 അബ് കിട്ടുമ്പോൾ അവിടെ. അതെനിക്കറിയാം. പിന്നെന്തിനാ നീ കരയണേ? എനിക്കതിൽ ഒരു സബ്ജക്റ്റിനെ മാത്രമേ ഉള്ളൂ. അതിനാണോ നീ കരയണേ? വീട്ടൊക്കെ ദൈവങ്ങളെ. വച്ചോളൂ, പഠിക്കേട്ടോ നന്നായിട്ട്. പഠിച്ച് പ്രാന്തായതൊക്കെ പാർക്കി വന്നിരിക്കാം, ബാക്കിയുള്ള പ്രാന്താക്കാൻ. കുഞ്ചുനൂലി ഒറ്റ കുത്തൂറ്റുണ്ടല്ലോ അവളുടെ. പോയിട്ട് വരാം. പഠിക്കണം കേട്ടോ, വലിയ കുട്ടിയുണ്ടല്ലേ. നീ തോറ്റുകൂടി പട്ടി. വെയിറ്റ്. അപ്പോൾ ഇതൊരു പഠിപ്പിപ്പെണ്ണിൻ്റെയും ഒരു തോൽവി ചെക്കൻ്റെയും കഥയാണ്. പിന്നെ ഞാൻ തോൽവിയൊന്നുമല്ല. പിന്നെ 6 സപ്ലിയുള്ള തന്നെ അബ്ദുൽ കലാം എന്ന് വിളിക്കണോടാ. എടോ, 6 സപ്ലിയൊന്നുമില്ല. അത് ഈ കാമയ്ക്ക് കരയുമ്പോൾ ആരായാലും ചെറിയ നുണയൊക്കെ പറഞ്ഞു പോകൂലേ, അങ്ങനെ പറഞ്ഞത്. ഓക്കെ, യു കണ്ടിന്യൂ. അങ്ങനെ ഇരിക്കെ കോളേജിലേക്ക് പോകുന്ന വഴി വളരെ അവിചാരിതമായിട്ട് ഞാനവളെ പിന്നെയും കണ്ടു. എടേ, ഈ അവിചാരിതമായി കോളേജിലേക്ക് പോകുന്ന വഴി ഇതൊക്കെ ഒരുപാട് പറഞ്ഞു തന്നെ കള്ള. എല്ലാ ദിവസവും കാണാൻ വരാറുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് പക്ഷേ അവളെ കണ്ടു. ആഹാ, എന്നിട്ടോ? ഞാൻ അവളെ കാണാൻ അപ്പം തന്നെ വണ്ടി തിരിച്ചു. അല്ല, തിരിക്കാൻ പോകുന്നു. വളയ്ക്കാനാണെങ്കിൽ തിരിച്ചോ. മിസ് പഠിപ്പിസ്റ്റ് എവിടെ പോണു രാവിലെ? കോളേജില്. അപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ? എന്താ? ഇടുന്ന സ്ട്രൈക്കാ. അതിന് കോളേജ് ഗ്രൂപ്പിൽ മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. ഇന്ന് കോളേജിൽ അടി കിടന്നു രാവിലെ, പൊരിഞ്ഞടി. ലാസ്റ്റ് ഓൾ പാർട്ടി സ്ട്രൈക്ക് കുളിച്ച് മൊത്തം വിഷയം. ഒരുപാട് സമയമായില്ലോ, വീട്ടിൽ പോക്കോ. അല്ല, എനിക്കെന്തായാലും ബുക്ക് കൊടുക്കാൻ ലൈബ്രറി പോകണം. അടി നടന്നതേ ലൈബ്രറിയിലാ. വെറുതെ പോയി സമയം കളയണോ? അയ്യോ, അപ്പം ഇന്നൊന്നും തുറക്കില്ലേ? തുറക്കില്ല. അറിയാവുന്ന ആളായതുകൊണ്ട് അറിഞ്ഞ കാര്യം ഇവിടെ വന്ന് പറഞ്ഞു. ഇനി അവിടെ പോയി നോക്കണം എന്നാണെങ്കിൽ നീ പോക്കോ, ബാക്കി നിൻ്റെ ഇഷ്ടം. വീടെടുത്താണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാട്ടോ. വേണ്ട, എനിക്കറിയാൻ പോവാൻ. സൂക്ഷിച്ച് പോണേ. പോട്ടെ നാറി. നാറിന്ന ഞാൻ അത്രയും പറയുന്നത് കേട്ട് ഒരു കൊച്ചു സങ്കടത്തോടെ അവൾ വീട്ടിലേക്ക് പോയി. അവളെ പറ്റി സന്തോഷത്തിൽ ഞാൻ കോളേജിലേക്ക്. എടാ മഹാഭാവി, നിന്നെ കുടിച്ച കള്ളിൽ വിശ്വസിക്കാൻ കൊള്ളില്ലോടാ. പിന്നെ അവളുടെ ഒരു കരച്ചിൽ ആർക്കാരും ദേഷ്യം വരില്ലേ? എന്നിട്ടോ? സംഭവം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അവൾക്ക് മനസ്സിലായി പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന്. എവിടുന്നൊക്കെയോ എൻ്റെ നമ്പർ തപ്പി പിടിച്ച് പൊരിഞ്ഞ വിളി. ക്ലാസ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഫോണിൽ 219 മിസ് കോള്. 219? ആ. പിന്നെ ഒരു 2 ആഴ്ച ഞാൻ അവളുടെ കൺവെട്ടത്തേക്കേ പോയില്ല. അത് നന്നായി. ബാക്കി പറ. പക്ഷേ എന്നിലെ കാമുകന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. ആവുമാർക്ക് അല്ലെങ്കിൽ അടങ്ങിയിരിക്കാൻ പറ്റില്ല. അതാണ്. അതെനിക്ക് അനുഭവം ഉണ്ട്. ചേച്ചിയുടെ കാര്യത്തില് വെറുതെ മൂട് കളയാൻ വേണ്ടിട്ട് നീ ഇത് പറ.
അപ്പോൾ എന്നിലെ കാമുകന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. ഓക്കെ, ഞാൻ പിന്നെയും അവളെ കാണാൻ ബസ് സ്റ്റോപ്പിൽ പോയി. കണ്ടിന്യൂ. മിസ് പഠിപ്പിസ്റ്റ് ഇത്ര ധൈര്യമുള്ളൂ? നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ? ആ അത് ഞാൻ ഒരു തമാശക്ക് ഇതല്ലേ. ഒരാളുടെ അറ്റൻഡൻസ് കളയുന്നതാണോ നിന്റെ തമാശ? ഞാനെന്നങ്ങനെ പറഞ്ഞുകൊണ്ട് നിനക്ക് പോകേണ്ട ബസ്സല്ലേ അവിടെ ഇടിച്ചത്. ഞാൻ വന്നുകൊണ്ട് ഒറ്റ ലീവിൽ പരിപാടി തീർന്നു. ഇല്ലെങ്കിലോ? എന്തേ ഇപ്പൊ ഒന്നും പറയാനില്ലേ? സോറി. ഞാൻ ചോക്ലേറ്റ് കഴിക്കാറില്ല. ആ അതിൻ്റെ കാണാനുണ്ട്. ഇതൊക്കെ കഴിക്കുക, കുറച്ച് വണ്ണൊക്കെ വെക്കട്ടെ. നീ അന്ന് എനിക്ക് 6 സപ്ലൈ ഉണ്ടെന്ന് പറഞ്ഞ നുണയല്ലേ? ഞാൻ അന്വേഷിച്ചായിരുന്നു. എന്നെപ്പറ്റി അന്വേഷിക്കുകയൊക്കെ ചെയ്തോ? അല്ല, അപ്പൊ ശരിക്കും നിനക്ക് എത്ര സപ്ലൈ ഉണ്ട്? എനിക്ക് സപ്ലൈ ഒന്നുമില്ല. അന്നിരുന്ന് കരൺ കണ്ടപ്പോൾ ചെറിയ വിഷമം തോന്നി, അതുകൊണ്ടൊരു നുണ പറഞ്ഞല്ലേ. ഞാനേ നിന്നെ പ്രേമിച്ചാലോ എന്ന് ആലോചിക്കാം. എന്തുറ്റി? എന്താ? സത്യം, എനിക്ക് നിന്നെ പ്രേമിച്ചാൽ കൊള്ളുന്നുണ്ട്. ഇത്ര വലിയ കാര്യം ഇത്ര സിമ്പിൾ ആയിട്ടാണോ പറയുന്നത്? ഇതിത്ര വലിയ കാര്യമാണോ? എനിക്കിഷ്ടം തോന്നി, ഞാനത് തുറന്നു പറഞ്ഞു. ഒരു വട്ടം പോലും ആലോചിക്കാതെ ഇങ്ങനൊരു കാര്യം എങ്ങനെയാടാ പറയുന്നേ? അതും നിനക്കൊന്നും അറിയാത്ത ഒരാളോട്. പിന്നെ ഞാൻ ബൈക്ക് മേടിക്കാൻ വന്നാണല്ലോ. മൈലേജും പെർഫോമൻസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാം. എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നി, ഞാനത് തുറന്നു പറഞ്ഞു. അത്രേ ഉള്ളൂ. ഐ ലവ് യു. നിലവേ എൻ നീലാമ്പൽ മിഴിയാളെ, നിന്നരികെ ഞാൻ നിഴലാകും നേരത്തോ അറിയാതെ എൻ കിനാക്കൊമ്പിലെ നിറദീപമായി വരൂ താരമേ. വാർമതിയെ നീരുൾ വീഴും മൺവീണയിൽ ശ്രുതി ചേർന്നിന്നുയിർ പാടും നീലാംബരി. ഉയിരേ എൻ നീലാമ്പൽ മിഴിയാളെ, നിന്നരികെ ഞാൻ നിഴലാകും നേരത്തോ കാമിനി സഖി വരിക ചേർദിനി, ഇണയായി വാഴ്വിൽ നീയേ. തരുണിമാൻ മിഴി തരിക തേൻമൊഴി, ഉലകം തോൽക്കുമഴകേ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ ഡിയർ. താങ്ക് യു. ചെലവുണ്ടോ നാളെ കോളേജിൽ വരുമ്പോ? നീ വാ, തരാ. എടി, ഞാൻ നല്ല ടയേർഡാ, നാളെ വിളിക്കാം. ഓക്കെ, ശരി. ഇവൻ ഹലോ, ബൈക്ക് മാത്രമേ ഉള്ളൂ? ഇവനെതോടെ പോയി? ഹായ്. ഗൗരവത്തിലാണല്ലോ. ഹാപ്പി ബർത്ത്ഡേ. ഓ, ലേറ്റ് ആയതുള്ള പരിഭവം അല്ലേ? എന്തിന്? അതിന് പരിഭവം കാണിക്കാൻ വേണ്ടി എന്തുണ്ടായേ? ഒന്നുമില്ലേ. ഇന്നലെ രാത്രി 12 മണിക്ക് നീ എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ട്. എന്തിനാ? അല്ല, അത് ഞാൻ വെറുതെ. ക്ലാസ് കഴിഞ്ഞ് ഒന്ന് പുറത്തു പോകാം. നമ്മൾ രണ്ടും മാത്രം. ഓരോ ചായ കുടിക്കുന്നു, തിരിച്ചു വരുന്നു. പ്ലീസ്. നോക്കാം. പോകാം.
എടാ നീ എന്തിനാ എൻ്റെ പുറകെ നടന്നിങ്ങനെ സമയം കളയുന്നേ? എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ട്. എൻ്റെ സച്ചിനെ എനിക്ക് നിന്നോട് ഫീലിങ്സ് ഒന്നും തോന്നിയിട്ടില്ല. നിന്റെ കണ്ണ് സത്യം പറയുന്നുണ്ട്. എടി, ഞാൻ എല്ലാം ഒരു ഗോവിത്ത ഫ്ലോയിലെ കണ്ടിട്ടുള്ളൂ. സംഭവിക്കട്ടെ, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ നിന്നെ കണ്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പഴയ ഞാനേ അല്ല. എടാ ഞാൻ ഒട്ടും സ്റ്റേബിൾ അല്ല എൻ്റെ കാര്യത്തിലോ? ഒന്നിലും. എനിക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. നാളെ ഇനി ഇതെന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീ ഒരുപാട് മുന്നിലേക്ക് ആലോചിക്കുന്നേ. ആര്യ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൊമെൻറ്റ്സ് നീ എൻജോയ് ചെയ്തിട്ടില്ലേ? നിനക്കെന്നെ മിസ് ചെയ്തിട്ടില്ലേ? എടാ ഉണ്ട്, പക്ഷെ അതൊന്നും ഇഷ്ടം കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടാ എനിക്ക് എൻ്റെ സാധനങ്ങളോടൊക്കെ വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. അതിപ്പോൾ ഒരു പേഴ്സണാണെങ്കിൽ അത് ഭയങ്കര കൂടുതലായിരിക്കും. അത് എൻ്റെ ലൈഫിൽ നിന്ന് പോകുമെന്നുള്ള പേടി എനിക്ക് എപ്പോഴും ഉണ്ട്. എടി, നീ ഇപ്പോഴും പറഞ്ഞ ഫ്യൂച്ചറാണ്. എനിക്ക് വേണ്ടത് ഒരു എസ്വർണയാണ്. എടി, എന്നെ ഡിസ്റ്റൻസ് വല്ലാതെ ഹർട്ട് ചെയ്യുന്നുണ്ട്. അതായിരുന്നു ആ പോയിന്റ്. സ്റ്റോപ്പ്. ഇനി കഥ കേൾക്കാനുള്ള മധ്യനില്ല. ബാക്കി അത് പിന്നെ കേൾക്കാം. എടാ നിന്റെ ലവ് സ്റ്റോറിയൊക്കെ ഓക്കെയാണ്. എന്നാലും അവളിച്ചിരി ഓവറല്ലടാ. ഓവറോ? എടാ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പ്രശ്നം, പരാതി എന്തൊക്കെയാ? ഹേ ഹേ, ആ നീ അങ്ങനെ ഒഴിഞ്ഞു മാറാനും നോക്കണ്ട. ഞാനൊന്നും കേൾക്കണല്ലേ. ടവലിൻ്റെ പ്രശ്നം, ജോലിയുടെ പ്രശ്നം, താക്കോലിൻ്റെ പ്രശ്നം. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്കവളെ ഭയങ്കര ഇഷ്ടം. എങ്ങനെ സാധിക്കുന്നതാ ഇതൊക്കെ? എൻ്റെ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടേ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഒരാളെ സ്നേഹിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണണേ. ചേട്ടൻ ലവ് സ്റ്റോറി മാത്രമല്ലേ കേട്ടുള്ളൂ. അത് കഴിഞ്ഞ് എന്നെ ഞാനാക്കിയൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ഉണ്ട്. എന്താണ് ആന്ത് മൊമെന്റ്? അയ്യോ, അവളാ. ഹലോ, നീ എന്നെ അങ്ങോട്ട് വരുത്തിക്കോ? എന്തിന്? ഞാനങ്ങ് എന്നാ വേഗം വാ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി ശരി. അതെ, അവളാ. ഇനി ഞാൻ അവിടുന്ന് പോയില്ലെങ്കിലേ മൊത്തം പ്രശ്നമാവും. അല്ല അതൊന്ന് പറഞ്ഞിട്ടോ മൊമെന്റ്. സമയമുണ്ടല്ലോ, ഞാനിവിടെ ഇല്ലേ. അപ്പോൾ ശരി, രാത്രിയിൽ യാത്രയില്ല. ഗുഡ് നൈറ്റ്. നീ കുളിക്കുന്നൊന്നുമില്ലേ? കുറെ നേരം ആയാലും ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതിന് ഞാനിന്ന് അങ്ങോട്ട് പോയില്ല. ആ വീട്ടിൽ വെറുതെ ഇരിക്കാറ്. അവിടെ എപ്പോഴും വഴക്കാണല്ലോ. നിന്റെ ഓഫീസിൽ എപ്പോഴാണ് പ്രശ്നമില്ലാത്ത? എൻ്റെ ഓഫീസിലെ കാര്യമല്ല, പിന്നെ അപ്പുറത്തെ വീട്ടിലെ കവിത ചേച്ചിയുടെ രതീഷേട്ടൻ്റെ കാര്യം ചോദിച്ചത്. നിന്നോടാരാ പറഞ്ഞേ? അത് ക്ലീൻ ചെയ്യാൻ വരുന്ന ചേച്ചി. നീ അമ്മായി വയ ഭാവന്നുണ്ടമ്മോ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഇനി അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ചിൽ ലൈഫ് അവിടെ. പക്ഷെ ഞാൻ കേട്ടത് ഡിവോഴ്സിന്റെ വക്കിലെത്തിന്നൊക്കെയാ. അമ്മുമ്മയ്ക്ക് കിടക്കാമോ? അമ്മായി നിന്റെ മറ്റോള്, മറ്റേ പാസരത്തിന്റെ കാര്യം ഞാൻ വിട്ടിട്ടില്ല കേട്ടാ. ഓ എന്റെ പൊന്നു ദൈവമേ, ഏത് സമയത്താണ് ഈ പണ്ടാരം? ആ പണ്ടാരം എനിക്ക് എടുത്തോണ്ട് വരാൻ തോന്നിയത്. വേണ്ട നീ. ഹലോ ഹലോ ഹലോ. ആ നീ ഉറങ്ങിയോടാ? കിടക്കാൻ പോണ എന്തുപറ്റി? എന്നാ ഹോളിലേക്കുള്ള ജനലോർന്ന് ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഹോളിലേക്കോ? രതീഷ് ചേട്ടനാ. ഒരു മിനിറ്റ്. ആണെങ്കിൽ നിനക്കൊള്ളാം. ഹായ്. ഹായ്. ഇതെന്തു പറ്റി? കുപ്പി നോക്കിയാ? കുപ്പി വെക്കിയതൊന്നും അല്ലടാ. ഇത്രയും നാളായിട്ട് അവൾക്ക് എന്നോട് തോന്നാത്ത കൃത്യം എന്ന് തന്നെ തോന്നി. എന്ത്? അത് തന്നെ, അവൾക്ക് എന്നോട് റൊമാൻസ് തോന്നി. എന്നിട്ട്? അത് കുഴപ്പമില്ല, അത് ഞാൻ അടുത്ത ആഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ പക്ഷെ അതല്ലടാ, അവളെന്നെ പുറത്താക്കിയതൊന്നും അല്ല. നീ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഇല്ലേ, അതെന്നെ ഉറങ്ങാൻ വേണ്ടുന്നില്ലടാ. ഒന്ന് പറയടാ. ചേട്ടനൊന്ന് വിട്ടില്ലേ? എടാ എൻ്റെ മനസ്സമാനം പോയിരിക്കുക, നീ ഒന്ന് പറയടാ. പറഞ്ഞോ. എനിക്ക് രാത്രി മൊത്തം സമയമുണ്ട്. ഞാൻ ഇരുന്ന് കേൾക്കാം, വേണമെങ്കിൽ കിടന്നും കേൾക്കാം. ഓക്കെ ഓക്കെ, ഞാൻ പറയാം.
കല്യാശ്ശേരി വീട്ടിൽ കല്യാശ്ശേരി വീട്ടിൽ ഗീതാമകൾ ഗീതാമകൾ ആര്യ മോഹൻ എന്ന ഞാൻ ആര്യ മോഹൻ എന്ന ഞാൻ ചെമ്പകത്ത് വീട്ടിൽ ചെമ്പകത്ത് വീട്ടിൽ സുജാത മകൻ സുജാത മകൻ സച്ചിൻ ദേവിനെ സച്ചിൻ സേതുവിനെ എൻ്റെ നിയമാനുസൃത എൻ്റെ നിയമാനുസൃത ഭർത്താവായി സ്വീകരിക്കുന്നു. ഭർത്താവായി സ്വീകരിക്കുന്നു. ജനിത കല്യാണം മനസ്സാൽ നിന്നാണം ഇവിടെ തുടരും ഇതുപോലിനി തുടരെ മരുഭൂവിൽ ജലകണമതു പെയ്യാൻ വഴി തേടിടുമാ മുകിൽ പോലിനി ഞാൻ ഇന്നും വഴക്കുണ്ടാക്കും. അതിപ്പോ എത്ര വലിയ കാര്യമാണെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും. പക്ഷെ എന്നെ ഒറ്റയ്ക്ക് എടുത്താൻ പാടില്ല. നിനക്കൊന്നും പറയാനില്ലേ? പോവാം, അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും വലിയ കാര്യം പറഞ്ഞിട്ട് നിനക്കൊന്നും പറയാനില്ല? അതെ, ഇത്ര നാളും പോയവരല്ല, ഇനി അങ്ങോട്ട് ഒന്നിച്ച എല്ലാത്തിലും. ഓക്കെ? കവിതേ, ബഹളം വെക്കണ്ട, വാതിൽ തുറക്കില്ല. തല കുപ്പിയും കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നാ മതി. സാരമില്ല, അടുത്ത ആഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എടാ, നമ്മൾ ഡിവോഴ്സ് ആവോ? എന്ത്? അല്ല, അവരുടെ ഏജ് ആവുമ്പോഴേക്കും നമ്മൾ ഡിവോഴ്സ് ആവോ? നിന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടിയാ ചിലപ്പോ ഡിവോഴ്സ് ആയെന്ന് വരും. അതോർത്ത് എനിക്ക് പേടിയേ ഇല്ല. വൈ? കാരണം നിനക്ക് എന്നെക്കാൾ നല്ല പെണ്ണെ കിട്ടാൻ പോകുന്നില്ല. നിനക്കോ? എനിക്ക് ചിലപ്പോ കിട്ടും. ഓ, പക്ഷെ എനിക്ക് വേണ്ട. ആഗ്രഹിച്ചത് കിട്ടിയില്ലേ, അത് മതി. നമ്മളെപ്പോഴും വഴക്കല്ലേ? എല്ലായ്പ്പോഴും. നിനക്ക് ദേഷ്യമില്ലേ? എന്താ? നീ എങ്ങനെയാണെങ്കിലും എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം. കൂടുതൽ ആലോചിക്കണ്ട, നിന്റെ ഉണ്ണിത്തല വേദന എടുക്കും. കണ്ടില്ലേ, ഇതാണ് ലൈഫ്. എല്ലാവരെയും പോലെ കല്യാണത്തിന് മുമ്പ് കേൾക്കുന്ന പതിവ് പല്ലവികൾ ഇവരും കേട്ടു. ലൈഫ് ഈസ് ടു ഷോർട്ട്, പെണ്ണ് കെട്ടിയ ജീവിതം തീർന്നു, അങ്ങനെയൊക്കെ. ഇതിലിപ്പോൾ നമ്മൾ ഒരുപാടൊന്നും ആലോചിക്കേണ്ടെന്നേ. എല്ലാം ഒരാൾ ഓൾറെഡി എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ട്. നമ്മുടെയൊക്കെ തുടക്കവും ഒടുക്കവും എല്ലാം. ഇവരുടെ കാര്യം തന്നെ കണ്ടില്ലേ, പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ഒരു പ്രശ്നം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഒന്ന് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അടുത്തത്. ചെറിയ കാരണങ്ങൾ കൊണ്ട് ഡിവോഴ്സ് ആകുന്ന ഈ കാലഘട്ടത്തിൽ എന്നും കൂടുതൽ ചേർന്ന് നിൽക്കാൻ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഉദ്ദേശം തന്നെ. ഒരു തരത്തിൽ പറഞ്ഞാൽ അതല്ല ഈ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്.